ശ്രദ്ധിച്ചു കേട്ടെ, ചേർന്നൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നസറേത്തിൽ ഓടിക്കളിച്ച് എൻ്റെ കർത്താവ് 12-ാമത്തെ വയസ്സിൽ 5 കുന്നിന്റെ മുകളിൽ ആകാശത്തെ മുട്ടി നിൽക്കുന്ന യെരുശലേം ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോയി എൻ്റെ കർത്താവ്. അടുത്ത 18 വർഷങ്ങൾ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് യെരുശലേമിൽ പാർത്ത എൻ്റെ കർത്താവ് 30-ാമത്തെ വയസ്സിൽ യോഹന്നാന്റെ കൈ കീഴിൽ യോർദാന്റെ വെള്ളത്തിൽ സ്നാനപ്പെട്ട എൻ്റെ കർത്താവ് പിശാചി കെട്ടഴിച്ചു വിട്ട കാളക്കൂറ്റനെ പോലെയുള്ള കഠിന പരീക്ഷകളുടെ മുനയൊടിച്ച് അന്ധകാരങ്ങളെ കാൽക്കീഴാക്കി തന്റെ ശുശ്രൂഷ തുടങ്ങി വെച്ച എൻ്റെ കർത്താവ് കാനായിലെ കല്യാണ വീട്ടിൽ അവ എന്ത് ചെയ്യുമെന്നറിയാതെ അവ വല്ലാതെ നിന്നൊരു കുടുംബത്തിന്റെ അകത്ത് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി അവരുടെ നാണക്കേടിന് നടുവിൽ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച എൻ്റെ കർത്താവ്. എൻ്റെ ദൈവമക്കൾ എന്നെ ശ്രദ്ധിക്കുക. അവ സാത്താൻ രംഗപ്രവേശനം ചെയ്തത് ഏദൻ തോട്ടത്തിൽ 1-ാമത്തെ കുടുംബത്തെ തകർത്തുകൊണ്ടാണ്. ഞാൻ അവ ഒന്നുകൂടെ പറയാ, ഉപ്പുതറയിൽ വാഴുന്ന ദുരാത്മ ശക്തികൾ കേൾക്ക ഞാൻ പറയാം. ഏദൻ തോട്ടത്തിൽ സാത്താൻ രംഗപ്രവേശനം ചെയ്തത് ഒരു കുടുംബത്തെ തകർത്തുകൊണ്ടാണ്. എന്നാൽ എൻ്റെ കൃപയുടെ ഉടമസ്ഥൻ തന്റെ ശുശ്രൂഷ തുടങ്ങിയത് തകർന്ന ഒരു കുടുംബത്തെ പണിതുകൊണ്ടാണ്. ആ കരമൊന്ന് അടിച്ചാമേൻ പറയാമോ? ഇന്ന് രാത്രി അവൻ തകർക്കുന്നവനല്ല, അവൻ പണിയുന്ന ദൈവമാണ്. നല്ലപോലെ കരമടിച്ചാമേൻ പറഞ്ഞാട്ടെ. കുടുംബങ്ങൾ തകരപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷം 2025 ഈ കേരളത്തിന്റെ കുലമണ്ണിൽ തകർന്നു വീണത് 34,458 കുടുംബങ്ങളാണ്. ആർഭാടത്തോടെ കല്യാണം കഴിച്ചിട്ട് ആ കുടുംബങ്ങൾ തകർന്ന് അടിഞ്ഞു മുടിയുകയാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, ഒരു വർഷം 40,000 കുടുംബങ്ങൾ ഇവിടെ ഡിവോഴ്സ് ആകുന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഏതാണ്ട് 20,000 കുഞ്ഞുങ്ങൾ ഈ തെരുവുകളിൽ അനാഥരാകുന്നുണ്ട്. ഭീകരവാദം വളരുന്നത് പാകിസ്ഥാന്റെ അരളിക്കാട്ടിലല്ല, കാണ്ഡഹാറിലല്ല. ഭീകരവാദം വളരുന്നത് സമാധാനമില്ലാത്ത വീടുകളുടെ അകത്താണ്. ഈ യോഗത്തിന്റെ പുറകിൽ എന്നോട് ദൈവം പറയുന്നു, ആരും അറിയാതെ ഈ മലമടക്കുകളിൽ കുടുംബത്തെ തകർക്കുന്ന ദുരാത്മാവിന്റെ മേൽ വലിയൊരു ജയം എന്റെ ദൈവം കൽപ്പിക്കാൻ പോകുകയാണ്. അഭിഷേകമുള്ളവർ ഉണ്ടെങ്കിൽ ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഫെയർ ആൻഡ് ലവ്ലി വാരി തേച്ച് മനുഷ്യരെ കളിപ്പിക്കുന്ന ചിരിയും ചിരിച്ച് എൻ്റെ വീട്ടിൽ പ്രശ്നമില്ലെന്ന് പറഞ്ഞ് സെമി വെട്ടിഫൈഡും കിടപ്പാക്കല്ലും ഗ്രാനൈറ്റ് അടിച്ചുരുട്ടി 4,500 സ്ക്വയർ ഫീറ്റിന്റെ വീടിനകത്തുനിന്ന് 40 ലക്ഷം രൂപയുടെ കാർ ഓടിച്ച് പുറത്തിറങ്ങിയാൽ എൻ്റെ വീട്ടിൽ പ്രശ്നമില്ലെന്ന് മറ്റുള്ളവർ ചിന്തിക്കുമെന്ന് അവർ ചിന്തിക്കുമ്പോൾ സാത്താന്യ ലോക കൂടം കൊണ്ടടിച്ച് പാറ പൊട്ടിക്കുന്ന പോലെ കുടുംബങ്ങളെ പൊട്ടിക്കുമ്പോൾ എനിക്കറിയില്ല, ഈ ഗ്രൗണ്ടിലൂടെ ഒരാൾ നടക്കുന്നുണ്ട്. ഈ ഗ്രൗണ്ടിലൂടെ ഒരാൾ നടക്കുന്നുണ്ട്. അവൻ ആവേശത്തോടെ ഹല്ലേലൂയ പറ. അവൻ തകർക്കുന്നവനല്ല, അവൻ പണിയുന്ന കർത്താവാ. ഹല്ലേലൂയ. പച്ചവെള്ളത്തെ വീഞ്ഞാക്കി 1-ാമത്തെ അടയാളം. 3 മരിച്ചവരെ ഉയർപ്പിക്കുന്നു. യായിറോസിന്റെ മകളെ വീട്ടിലും വിധവയുടെ മകനെ റോട്ടിലും ലാസറിനെ കല്ലറയ്ക്കകത്തും. നഷ്ടം എവിടെ സംഭവിച്ചാലും മടക്കി തരാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. കല്ലറയ്ക്കകത്ത് കിടന്നവനെ ലാസറെ എന്നൊരൊറ്റ വിളി കൊണ്ട് തന്നോടുകൂടെ പന്തിക്കിരുത്താൻ എൻ്റെ കർത്താവിന് കഴിയുന്നെങ്കിൽ നാറ്റം വെച്ചെന്നോ മുക്കോണം മുടിഞ്ഞു പോയെന്നോ പെറ്റ തള്ള പോലും അരിച്ചുകുത്തി പ്രാഗിയിട്ട് ഇവളിനി ഗുണം വരത്തില്ലെന്ന് പറഞ്ഞ് പ്രാക്ക് ദോഷം പിടിച്ചവര് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നാറ്റം വെച്ചവനെ പന്തിക്കിരുത്താൻ എന്റെ യേശുവിന് കഴിയുമെങ്കിൽ ചിലരെ തൊടാൻ അവന്റെ മഹത്വം ഈ ഗ്രൗണ്ടിൽ നിൽക്കുകയാ. ഹല്ലേലൂയ. 3 മരിച്ചവരെ ഉയർപ്പിച്ച് പ്രാർത്ഥന വിടിരിക്കണേ പ്ലീസ്. 3 കുരുടന്മാർക്ക് കാഴ്ച കൊടുത്ത് ഒട്ടനവധി കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യമാക്കി. യേശുവിന്റെ ശുശ്രൂഷയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ 3 പ്രത്യേകത: 1, ആരും തൊടാത്തവരെ തൊടുന്നവൻ. 2, ആരും മിണ്ടാത്തവരോട് മിണ്ടുന്നവൻ. 3, ആരും കയറാത്ത വീട്ടിൽ കയറുന്നവൻ. അങ്ങനെയാണെങ്കിൽ അവഗണിക്കപ്പെട്ടവരെ പരിഗണിക്കുന്ന ഒരാളുണ്ട്, അത് നാം ഉയർത്തുന്ന യേശുവാണ്. ഹല്ലേലൂയ. അങ്ങനെ
സാത്താന്യ ലോകത്തിന് പോലും വിമർശിക്കാൻ അനുവാദമില്ലാത്ത ഏതാണ്ട് 37ഓളം അത്ഭുതങ്ങൾ എൻ്റെ യേശു കർത്താവ് ചെയ്യുക. പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടല്ലോ അല്ലേ? ഹല്ലേലൂയ. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഞാൻ ഉള്ളം തുറന്നൊരു സത്യം പറയാം. എവിടെയെങ്കിലും ചെന്ന് 1 മണിക്കൂർ എന്തെങ്കിലും പറഞ്ഞിച്ച് പോകാൻ എനിക്ക് പണ്ടും താല്പര്യമില്ല, എനിക്കിപ്പോഴും താല്പര്യമില്ല. എനിക്ക് എൻ്റെ യേശുവിനെ ഉയർത്താനുള്ളൊരു തട്ടകം ഉണ്ടാക്കി തരണം. ആമേ, വേറെ ഒന്നും എൻ്റെ മനസ്സിലില്ല. ആമേ, നാളത്തെ പ്രസംഗം എൻ്റെ വിഷയമല്ല. നാളെ രാത്രിത്തേക്കുള്ള തൊണ്ട ഇന്ന് രാത്രി സൂക്ഷിച്ചു വെക്കുന്ന ഒരു ജോലിയില്ല. കാരണം 2 കാര്യത്തിനും ഉറപ്പില്ല. ഒന്ന് നമ്മുടെ മരണത്തിനും, 2 യേശുവിൻ്റെ വരവിനും. അതുകൊണ്ട് ബാബുചെറിയൻ പാസ്റ്റർ പറയുന്ന പോലെ എല്ലാ യോഗവും അവസാനത്തെ യോഗമാണെന്നോർത്ത് കൂടുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നാളെ എന്നത് നമുക്കുള്ളതല്ല. അടുത്ത 3 ദിവസം യോഗം ഉണ്ടെന്നുള്ളത് നമ്മുടെ സ്വപ്നം മാത്രമാ. കാഹളം ധ്വനിച്ചില്ലെങ്കിൽ നമ്മൾ ജീവനോടെ ഉണ്ടെങ്കിൽ കൂടാ ആമേൻ നല്ലപോലെ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്തിനാ ഈ കൈപൊക്കി ഹല്ലേലൂയ പറയിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞു തന്നെ പറയല്ലാത്തതുകൊണ്ട്. ഏതായാലും കരങ്ങളെ ഉയർത്തി എല്ലാവരും ഒരേ തെറി പറയാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ. നല്ല കാര്യമാന്നേ, കൂടെ കൂടെ വന്നു. അങ്ങനെ ഏതാണ്ട് 37 അത്ഭുതം. വളരെ നിസ്വാർത്ഥമായി ഈ സുവിശേഷത്തിൻ്റെ ദൂതിലേക്ക് ഞാൻ കയറി വരാം. പക്ഷേ നിങ്ങൾ പ്രാർത്ഥന എൻ്റെ കൂടെ നിൽക്കണം. അങ്ങനെ 37 അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുക. ഈ യോഹന്നാൻ എന്ന് പറയുന്ന ഈ ദൈവമനുഷ്യൻ യേശുവിൻ്റെ മാരണത്തിൻ്റെ മിടിപ്പറിയുന്ന, യേശുവിൻ്റെ മാരണത്തിൽ ഹൃദയത്തിൻ്റെ സ്പന്ദനം അറിയുന്ന, സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന അപരനാമം കിട്ടിയ ഒരു അസാധാരണനായ ദൈവമനുഷ്യൻ. യോഹന്നാന്റെ സുവിശേഷവും അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകവും, അപ്പോൾ തന്നെ ലേഖനങ്ങൾ 3, അങ്ങനെ 5 പുസ്തകങ്ങളുടെ വെളിപ്പാടുകൾ അകത്ത് ഗർഭം ധരിച്ചൊരു വല്ലാത്ത അസാധാരണനായ ഒരു ദൈവത്തിന്റെ മനുഷ്യൻ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. വാരിക്കൂട്ടി കണ്ടതെല്ലാം ആമേൻ താൻ എഴുതി ചേർക്കുന്ന ആളല്ല. തൻ്റെ പേനായുടെ പ്രത്യേകത ഞാൻ ഇച്ചൂടെ ആഴത്തിൽ പറയാം. ആമേൻ മത്തായിയും മർക്കോസും ലൂക്കോസും ആമേ ഓടി നസറേത്തിൽ പോയി. ആമേ കാലിത്തോഴത്തിൽ ചെന്നു. മിച്ചം കിടക്കുന്ന കച്ചിയുടെ നടുവിൽ കിടന്ന് കളിക്കുന്ന കർത്താവിനെ കണ്ടു. സൈമൻ സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കീറ്റുശീലയിൽ കിടന്ന യേശുദേവനെ കണ്ടു. പൊന്നും മൂരും കുന്തിരിക്കവും കണ്ടു. ദാരിദ്ര്യത്തിന്റെ പൊടിപറക്കുന്ന നസറേത്തിന്റെ ഗതികേടുകൾ കണ്ടു. പക്ഷേ യോഹന്നാൻ പേനയെടുത്ത് കണ്ട വണ്ടിക്ക് കയറി നേരെ നസറേത്തിൽ പോയില്ല. ആമേ യോഹന്നാന്റെ പ്രത്യേകത, യോഹന്നാൻ ഒറ്റ വാക്കുകൊണ്ട് കാര്യം വെളിപ്പെടുത്തി. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഓ, നിങ്ങൾ മിണ്ടുന്നില്ല. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. അടുത്തത് വചനം ജഡമായി. അവനാണ് ഞാൻ ആരാധിക്കുന്ന കർത്താവ്. ഈ ചില പൊട്ടന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യേശു ദൈവമാണോ? എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, വ്യാഖ്യാനിച്ച് തൊണ്ടയിലെ ശബ്ദവും വായിലെ തുപ്പലും നിങ്ങൾ കളയരുത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം ഞാൻ ഒന്നുകൂടെ പറയട്ടെ, കേൾക്കുന്നുണ്ടോ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അടുത്തത് ഇച്ചൂടെ പതുക്കെ പറ, ഒച്ച പറഞ്ഞ പോലീസ് കേസ് വന്നാലോ. ഒച്ചത്തിൽ പറ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അടുത്തത് മൈക്കിൽ കൂടെ പറയണ്ട, അല്ലാതെ പറഞ്ഞാൽ മതി. അയ്യടാ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. അടുത്തത് ആ വചനം ജഡമായതാണ് കർത്താവ്. യേശു ദൈവമാണോ എന്ന് തെളിയിക്കാൻ പിന്നെ വേറെ ഏത് വാക്യം തപ്പിപ്പോണം? മനതില്ല. യേശു ദൈവമാണെന്ന് ആമേ പുറകെ നടന്ന് വെളിപ്പെടുത്താൻ താല്പര്യമില്ല. ആമേ വേദപുസ്തകത്തിന്റെ പ്രത്യേകത ഇത് ദൈവം ഉണ്ടെന്ന് തെളിയിക്കുന്ന പുസ്തകമല്ല, മറിച്ച് ഉള്ള ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന പുസ്തകമാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ 5 പുസ്തകങ്ങൾ. ഇനി ഞാൻ ഈ ദൂതിലേക്ക് വരാം. നിങ്ങൾക്കറിയാമല്ലോ യോഹന്നാന്റെ വെളിപ്പാട്, ആമേ അപ്പോക്കലിപ്സിസ്, വെളിപ്പാട് പുസ്തകം. അപ്പൊ ഈ മനുഷ്യൻ എവിടെയോ, ശ്രദ്ധിക്കണം, വെളിപ്പാടിന്റെ ആളാണ്. ആഴമായിട്ട് കൂടെ നിൽക്കണം. അതുകൊണ്ട് തന്നെ യോഹന്നാന്റെ സുവിശേഷം എല്ലാ അധ്യായങ്ങളിലും അസാധാരണമായ വെളിപ്പാടിന്റെ ഖനിഗർഭങ്ങളുണ്ട്. ഞാനൊരു 4 അധ്യായം പറഞ്ഞ് അത്യാവശ്യമുള്ള ആമേ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി ദൂതിന്റെ ഗൗരവത്തിലെത്താം. അധ്യായം 1 ആരാധനെ കുറിച്ചുള്ള വെളിപ്പാട്. അധ്യായം 2 ആരാധന സ്ഥലത്തെ കുറിച്ചുള്ള വെളിപ്പാട്. അധ്യായം 3 ആരാധനക്കാരനെ കുറിച്ചുള്ള വെളിപ്പാട്. അധ്യായം 4 ആരാധനയെ കുറിച്ചുള്ള വെളിപ്പാട്. ഒന്നുകൂടെ ഞാൻ പറയാം, കേട്ടാലും കേട്ടില്ലേലും. അധ്യായം 1 ആരാധ്യനെ കുറിച്ചുള്ള വെളിപ്പാട്. അത് ആരാധ്യൻ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
വേദപുസ്തകത്തിന്റെ ഏത് താളിൽ പിടിച്ച് അമർത്തി ഞെക്കിയാലും ആമെ ചാടി വരുന്നത് യേശുവിന്റെ ചോരയാണ്, ഇറങ്ങി വരുന്നത് യേശുവിന്റെ നാമമാണ്. ഞാൻ ഒറ്റ വാക്കിലൊന്ന് പറഞ്ഞു പോകട്ടെ. തേജസ്സിന്റെ ഉടയാട അഴിഞ്ഞു വീണ് നാണക്കേടിന് നാൽക്കവലയിൽ നിന്ന് ഏതോ മരത്തിന്റെ ചോട്ടിലേക്ക് ഓടി മറിഞ്ഞ് ആമെ മരത്തിന്റെ മറവിൽ ഒളിച്ച് ആമെ മരയില കൊണ്ട് ഉടുപ്പുണ്ടാക്കി മരക്കനി തിന്നതിന്റെ പേരിൽ ഒന്നാമത്തെ മനുഷ്യൻ ഒളിച്ചിരിക്കുമ്പോൾ ആമേ, ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാ. മനുഷ്യന്റെ പാപത്തിന് ഒരു മരവുമായി ബന്ധമുള്ളത് കൊണ്ട് കാലസമ്പൂർണതയിൽ എന്റെ കർത്താവ് നമ്മുടെ പാപത്തെ അഴിക്കാൻ താൻ തൂങ്ങപ്പെട്ടത് വേറൊരു മരത്തിലാണ്. ആമേ, മരത്താൽ വന്ന ശാപത്തെ ഒരു മരത്തിൽ കയറി അഴിക്കാൻ എന്റെ കർത്താവ് ശക്തനാണ്. ഒന്നാമത്തെ മനുഷ്യൻ തേജസ്സിന്റെ ഉടയാടെ അഴിഞ്ഞു വീണു, നഗ്നനാകൊണ്ട് ഓടി മരത്തിന്റെ മറവിൽ ഒളിച്ചു. ഹോമയാം ദൈവം ആമേ തോട്ടത്തിലിറങ്ങി, ആദാമേ നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒളിച്ചിരിക്കുകയാ. ആമേ, കർത്താവ് ചോദിച്ചു, തമ്പുരാൻ ചോദിച്ചു, അരുതാത്തത് ചെയ്തോ? അന്നേരം പറഞ്ഞു, ഇവള് തന്നു, ഞാൻ എത്തുന്നു. നിങ്ങൾക്കറിയാം അവിടെ വെച്ച് എന്റെ തമ്പുരാൻ ചെയ്യുന്നത് ഒരു മൃഗത്തെ അറുത്ത് അതിന്റെ തോലവന് കൊടുക്കുകയാ. ഞാൻ ഒന്നുകൂടെ പറയാ, നാണക്കേട് കൊണ്ട് ഒളിച്ച മനുഷ്യനെ ആമേ മരത്തിന്റെ മറവിൽ നിന്ന്, പാപത്തിന്റെ മറവിൽ നിന്ന്, ശാപത്തിന്റെ മറവിൽ നിന്ന്, രോഗത്തിന്റെ മറവിൽ നിന്ന്, അപമാനത്തിന്റെ മറവിൽ നിന്ന്, സങ്കടങ്ങളുടെ മറവിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരാൾ അറുക്കപ്പെട്ടു. ആരാണത്? അവരാണ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇന്ന് രാത്രിയിൽ ഞാനും നിങ്ങളും നട്ടല് വിരിച്ച് നടക്കുന്നതും ശാപം മാറി പാപം മാറി ആനന്ദത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നത് പ്രസവിച്ച അമ്മയുടെ ഗർഭപാത്രത്തിന്റെ മഹത്വമോ ഊർത്തിക്കുടിച്ച പാലിന്റെ ശ്രേഷ്ഠതയോ അല്ല, പിറന്നു വീണ വീടിന്റെ മഹത്വമല്ല, മറിച്ച് ഒരുവൻ കാൽവറിൽ അലറിക്കരഞ്ഞതാ ഇന്ന് രാത്രി എന്റെ ചിരിയുടെ രഹസ്യമെന്ന് മനസ്സിലാകുന്ന ദൈവമക്കൾ ആ കരങ്ങളൊന്ന് അടിച്ച് അവന്റെ കരച്ചിലിൽ എന്റെ ചിരി ഉണ്ടായിരുന്നെന്ന് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് കരം തട്ടി യേശുവിനെ സ്തുതിക്കാൻ. ഏദനിലെ ആട് ക്രൂശിലെ കർത്താവിന്റെ നിഴലാണ്. മോറിയായിലെ ആട് കണ്ടില്ലേ, കൊമ്പ് കാട്ടുവള്ളിയിൽ കുരുങ്ങി. ശബ്ദം കേട്ടിടത്തേക്ക് നോക്കുന്ന അബ്രാമിനോട്, അബ്രാമേ നീ ബന്ധിച്ച മകനെ അഴിച്ചിട്ട്, ഓ നിങ്ങൾ കേട്ടില്ല, നീ ബന്ധിച്ച മകനെ അഴിച്ചിട്ട് ആടിനെ പിടിച്ചു കെട്ടിക്കോളാ എന്ന് പറഞ്ഞാൽ ബന്ധിക്കപ്പെട്ട മാനവകുലത്തെ അഴിച്ചിട്ട് സ്വന്തം പുത്രനെ ബന്ധനത്തിന് കൊടുക്കുന്ന ലോകത്തില് ഏറ്റവും വലിയ സമരപർവ്വതമാണ് കാൽവറി. ആമേ, ഇന്ന് രാത്രി ഉപ്പുതറിയേ ഏത് ശാപം ബന്ധിച്ചവനെയോ അടിച്ച് സ്വതന്ത്രമാക്കാൻ ആ കാൽവറിക്ക് കഴിയുമെന്ന്. ഇതൊന്നും എൻ്റെ വിഷയമല്ല, ദൂതിലേക്കുള്ള എൻ്റെ സഞ്ചാരപാതയാ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത്. മൂന്നാമത്തത് ആമേ, യാക്കോബ് ആമേ ഒരു ആടിനെയും കറി വെച്ചുകൊണ്ട് ചെന്നു. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രത്തോളം കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നറിയത്തില്ല. ചിലപ്പോൾ നിങ്ങൾ ശക്തന്മാരായിരിക്കാം, എങ്കിലും എനിക്കൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാനത് പറയാതെ പോകുന്നത് പെസഹ കുഞ്ഞാടിനെ കുറിച്ചാണ്. കാരണം ഏശാവ് യാക്കോബുണ്ട്, ഏശാവ് ചേട്ടനാണെന്നും അത് യഹൂദനാണെന്നും യാക്കോബ് അനിയനാണെന്നും അത് ദൈവത്തിൻ്റെ ജനമാണെന്നും യാക്കോബ് കൊണ്ടുപോയ ആട് യേശു കർത്താവിന്റെ ക്രൂശിന് നിഴലാണെന്നും ആടിനെ കൊണ്ട് ചെല്ലുന്ന ഏതനിയനും ചേട്ടനാകുമെന്നും സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹവും ആടിനെ അറുത്തുകൊണ്ട് ചെല്ലുന്നവന് കൊടുക്കാനുള്ളതാണെന്നും ഒക്കെ വ്യാഖ്യാനിച്ചാൽ നിങ്ങൾ ആമേൻ പറഞ്ഞാലായി. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം മനഃപൂർവ്വം വിട്ടത്. ഇനി ആമേ പുറപ്പാട് 12 അവിടെ കിടക്കുന്നൊരു പെസഹ കുഞ്ഞാടുണ്ട്. ആമേ മിസ്രൈമിലെ ആമേ ശാപത്തുടലുകളെ അഴിച്ച് ദൈവജനത്തെ സ്വതന്ത്രമാക്കാൻ ആബീബ് മാസം 10-ാം തീയതി വേർതിരിച്ച് 14-ാം തീയതി സന്ധ്യാസമയത്ത് അറുത്ത ഒരാടിന്റെ ചോരയും ആടിന്റെ മാംസവും. എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? അപ്പൊ ഈ ബൈബിളിൽ ഇനി ഞാൻ ചോദിക്കട്ടെ, അമ്മ പഴയ നിയമത്തിൽ കിടക്കുന്ന അതീവ ഗൗരവ പ്രാധാന്യമുള്ളൊരു വിഷയമില്ലേ മാറായിലെ മരത്തെ കുറിച്ച്? എപ്പോഴും പാടുമല്ലേ, ഒരു ആമയും വായ്പയെങ്കിലും മേടിച്ച് പറ. ഓ മാറായുണ്ടി മരുവതിൽ സാരമില്ല, മാറായിനാഥനമേശു
മാറാത്ത വാക്കു തന്നാൽ മറുമോ ആയവൻ. അമ്മേ സ്ഥിരമായിട്ട് പാടുന്നതല്ലേ? ഹല്ലേലൂയ. ആ മാറായിൽ ആ പറയപ്പെട്ട മരം എൻ്റെ യേശു കർത്താവായിരുന്നു. അപ്പൊ ഇന്നാൾ ഒരുത്തനോട് യേശു കർത്താവ് മരമാണോ? ഞാൻ പറഞ്ഞു, എടാ പൊട്ട, യെശയ്യാവ് 53 വായിരേ. ഞങ്ങൾ കേൾപ്പിച്ചതാർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അടുത്തത് അവൻ ഇളയ തൈ പോലെ, കേട്ടില്ല? അവൻ ഇളയ തൈ പോലെ മാനവകുലത്തിന്റെ കുടുംബത്തിൽ കലക്കിയ കുറുനാക്ക് കഴിക്കുന്ന കൊടും കൈപ്പാകുന്ന ശാപത്തെ അഴിക്കാൻ ഗാൽഗുഥായുടെ നെറുകയിൽ എനിക്ക് വേണ്ടി വെട്ടപ്പെട്ട ഒരൊറ്റ മരമുണ്ട്. അതെന്റെ യേശുവാ. ആ കയ്യൊന്ന് അടിച്ച് യേശുവിന് നന്ദി പറഞ്ഞാട്ടെ. ഇതുപോലെ എവിടെ നിന്ന് എടുക്കണം യേശുവിന്റെ ക്രൂശ്? ഇനി ഞാനൊരു ഭാഗം, നിങ്ങൾ എന്നോട് കൂടെ സഞ്ചരിക്കും, ഇവരെ എന്നോട് കൂടെ ഉണ്ടായിരിക്കും അല്ലേ മാസ്റ്റർ? ആർക്കറിയാം, ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലേ ഇല്ല, കിട്ടുന്ന കിട്ടട്ടെ. ഏതായാലും ഒരാശുപത്രി ചെല്ലുന്ന എല്ലാവരും സൗഖ്യമാകുകയില്ല. കുറെ പേര് മോർച്ചറിക്കകത്തുണ്ട്. പിന്നെ മോർച്ചറിലോട്ട് ഏതെങ്കിലും ഒരു നേഴ്സ് ഇഞ്ചക്ഷൻ കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിന്റെ കാര്യം എന്തറിയാം? മരുന്നിനോട് പ്രതികരിക്കാത്ത കുറെ പേര് എല്ലാ ആശുപത്രിയിലും കാണും. അത് ഞങ്ങളുടെ പാസ്റ്റർമാരുടെ കൂടെ ഉണ്ട്, വിശ്വാസികളുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ അപ്പന് 75 വയസ്സുണ്ടെന്ന് തോന്നുന്നു. IPCയിലെ പാസ്റ്ററാണ്. ഇന്നും ഒരു ദൂത് കേട്ട എൻ്റെ അപ്പൻ്റെ ഒരു ഗ്ലോറി കേട്ട നമുക്ക് കൊതി തോന്നും അതുപോലൊരു ഗ്ലോറി പറയാം. അതെന്നറിയോ? അത് ഈ അനുഭവിച്ചിട്ടൊരു പ്രത്യേകതയാണ്. ഈ കുറെ നാൾ കഴിയുമ്പോൾ നമ്മളങ്ങ് സ്തോത്രം, നാളെയും കൂടെ ഉള്ളതുകൊണ്ടൊന്നും പറയാനും പറ്റുകയില്ല. ഞാൻ ഈ വർഷം ആദ്യമായിട്ടാണ് രണ്ട് ദിവസം ഒരിടത്ത് ഡേറ്റ് കൊടുക്കുന്നത്. ആദ്യമായിട്ട് സംഭവിച്ച കാര്യമാണ്. അതും ഇന്ന് രാവിലെ ഞാൻ ഓർത്തത്, കൈവിട്ട് പോയെന്ന് ഓർത്തത്. എല്ലാ വർഷവും സംഘാടകരുടെ കയ്യിൽ നിന്ന് എനിക്ക് ഒരു വേള ഒരു ചീത്ത ഉള്ളതാ. അത് ഇവിടെ നിന്നായിരിക്കുമെന്നാണ് ഞാൻ ഇന്ന് രാവിലെ ഓർത്തത്. ഏതായാലും ദൈവത്തിൻ്റെ കരുണയാൽ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് കൂടെ വരണേ പ്ലീസ്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒരാമയും പറഞ്ഞാട്ടെ. ഈ 1-ാം നൂറ്റാണ്ടിൽ ദൈവസഭ തുടങ്ങി അന്ന് ദൈവമക്കളുടെ ആരാധന കേട്ട് അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്കത്, ആ മുഴക്കം ഉണ്ടായപ്പോൾ ജനം കൂടിയെന്ന. അല്ലാതെ പത്രോസിന്റെ പ്രസംഗത്തിന്റെ 3-ാമത്തെ പോയിന്റ് കേട്ടപ്പോൾ ജനം വന്നെന്നല്ല. അപ്പം സഭയിൽ ആള് വരാനുള്ള ഏറ്റവും നല്ല മാർഗം എന്നാണെന്നറിയോ? ഉള്ള ദൈവമക്കൾ ശക്തിയോടെ അങ്ങ് കർത്താവിനെ ആരാധിക്കണം. പിന്നെ നല്ലതായിട്ട് ആരാധിക്കണം. അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട്. അത് ആ വാക്കെൻ്റെ മനസ്സിൽ ഇങ്ങനെ ലോക്കായിട്ട് കിടക്കുകയാണ്. ആമേൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ, പത്രോസ് പറഞ്ഞ വാക്കുകൾ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവര് ലഹരി പിടിച്ചവരല്ല. ആണോ ദൈവദാസൻ? അങ്ങനെയല്ലേ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല എന്ന് പത്രോസ് പറയണമെങ്കിൽ, ആമേൻ, ജോസ് അന്നത്തെ ആരാധന എങ്ങനെയായിരുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. കരങ്ങളെ ഉയർത്തി അല്ലേലിയ. നിങ്ങൾ അല്ലേലിയ പറയുന്നത് അല്ലല്ല, ഞാൻ ഒരു കൂട്ടം കാണിക്കാനാ. ഒരു അല്ലേലിയ വേസ്റ്റ് ആയിപ്പോയി. കരങ്ങൾ ഉയർത്തി അല്ലേലിയ പറയാന്ന് പറയുമ്പോൾ ഇങ്ങനെ പഴയ മാരുതി 800ന്റെ വൈപ്പർ അടിക്കുന്ന പോലെ ആർക്കും. ഹല്ലേലൂയ. സന്തോഷത്തോടെ ആമേൻ. പോട്ടെ. ആമേൻ. ദൂതിന്റെ ഗൗരവത്തിലേക്ക് നമുക്ക് കയറി വന്നേ പറ്റത്തുള്ളൂ. കയറി വന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ യാക്കോബിന്റെ ചരിത്രം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. യാക്കോബിന്റെ ചരിത്രം ഞാനത് പുതിയ നിയമത്തിലെ ദൂതാണെങ്കിൽ അതൊന്നും യേശു എല്ലായിടത്തും കിടപ്പുണ്ടെന്നൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതിന് തെളിവ് കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായമാണ്. ആമേ. അവരെല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്നു, ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. അപ്പൊ കർത്താവ് ഇതിനകത്ത് മൊത്തം ഇങ്ങനെ നിറഞ്ഞു കിടക്കുക എന്ന് പറയാൻ. യാക്കോബ് വീട് വിട്ടിറങ്ങി. ശ്രദ്ധിക്കണേ. ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്ത ഈ മനുഷ്യൻ പിന്നെ കാല് മുമ്പോട്ട് വെച്ചാൽ കുഴി പോകുമെന്ന് പേടിച്ചിട്ട് കൈകൊണ്ട് ഇങ്ങനെ തപ്പിയപ്പോൾ
കല്ലുകളിൽ കൈതട്ടി എന്ന ബഹുവചനമാ, കൽക്കൂന എന്നാണ് ചില ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു കൽക്കൂനയിൽ കൈതട്ടി. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, യാക്കോബ് സഞ്ചരിച്ച ഈ ഭാഗങ്ങളൊന്ന് അടയാളപ്പെടുത്തി പഠിക്കണം. യാക്കോബെ, ഇയാൾക്ക് ഈ വഴി അറിയത്തില്ല, പക്ഷേ ഇയാളുടെ ഒരു അപ്പച്ചനുണ്ടായിരുന്നു, അപ്പായുടെ അപ്പ എന്ന് പറഞ്ഞാൽ ഇസഹാക്കിന്റെ അപ്പൻ എന്ന് പറഞ്ഞാൽ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ അകത്തുനിന്ന് ഉരുൾ പോലും ഉരിയാടാത്ത ആമേ തന്റെ ദേവന്മാരുടെ നടുവിൽ നിന്ന് യൂഫ്രട്ടീസ് നദി ക്രോസ് ചെയ്ത് വാഗ്ദത്തം താങ്ങി പിടിച്ച് 100-ാമത്തെ വയസ്സിൽ ഒരു സന്താനത്തെ കയ്യിൽ പേറി ആമേ വിശ്വസ്തമായി ദൈവത്തിന്റെ പുറകെ നടന്ന, നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഒരു ശക്തനായ അപ്പൻ. ആ മനുഷ്യന്റെ പ്രത്യേകത എന്നറിയാമോ? അദ്ദേഹം ചെല്ലുന്നിടത്തല്ല റബ്ബർ തോട്ടം മേടിക്കുക അല്ല ചെയ്തത്, ചെല്ലുന്നിടത്തെല്ലാം യാഗപീഠം ഉണ്ടാക്കി. ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേ, ചെല്ലുന്നിടത്തെല്ലാം യാഗപീഠം ഉണ്ടാക്കി ദൈവത്തിന്റെ തീ ഇറങ്ങാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ദൂത് ഇങ്ങനെ ഒന്ന് വ്യാഖ്യാനിച്ചോട്ടെ, വേണ്ടാത്തവരെടുക്കേണ്ട, ആവശ്യമുള്ളവരെടുത്താൽ മതി. യാക്കോബേ, നീ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു കൽക്കൂനയില്ലേ? അത് നിന്റെ വലിയ പച്ചൻ യാഗം കഴിച്ചൊരു ഏറിയായ. ഇന്ന് രാത്രി ആരോടൊക്കെയോ ഞാൻ പറയാ, എവിടെയോ ഒറ്റപ്പെട്ടു പോയെന്നോ, എവിടെയോ ഞാൻ തള്ളപ്പെട്ടു പോയെന്നോ. ഇല്ല, നീ ഇരിക്കുന്നത് ഒരു യാഗപീഠത്തിന്റെ ചോട്ടിലാ. കേറി പറയാം, യാഗപീഠം യേശുവിന്റെ ക്രൂശാണെങ്കിൽ ക്രൂശ് ഏത് ഇരുട്ടത്തും നിനക്ക് അവൈലബിൾ ആണ്. ജീവിതത്തിന്റെ സന്തോഷവേളയിൽ യേശുവിനെ കണ്ടുമുട്ടി ആരാ ഉള്ളത്? എല്ലാരും കൂരിട്ടത്ത് ആമേൻ ജീവിതത്തിൽ ഗതി മുട്ടിയപ്പോഴല്ലേ ഈ മഹാദൈവത്തെ. പോട്ടെ, ഞാൻ ആ ദൂതൊന്ന് പറയാം. ഇങ്ങനെ ഇരുന്ന് കൈ ഇങ്ങനെ എന്നോട് കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നല്ലേ. ആമേ, കൈ വീശി തപ്പിയപ്പോൾ കല്ലുകളിൽ കൈമുട്ടി. നിങ്ങൾ വേണമെങ്കിൽ എടുത്താൽ മതി വ്യാഖ്യാനം കേട്ടോ. നിങ്ങളുടെ ആത്മമനുഷ്യന് യോജിക്കുന്നില്ലെങ്കിൽ കളഞ്ഞേര്, അത് എൻ്റെ കൂടെ വണ്ടി ആയിരുന്നോട്ടെ, ഞാൻ അവിടെ മറാട് കൊണ്ടിട്ടേക്കാം. ഈ കല്ലെടുത്ത് ഈ മനുഷ്യൻ ഈ കല്ലേലോട്ട് തലവെച്ചു. ഉറങ്ങാൻ ഈ കല്ലേലോട്ട് തലവെച്ചപ്പോൾ വെളിപ്പാടിന്റെ മേഖല ഓണായി. അത് സാധാരണ വെളിപ്പാടല്ല. ആന കുത്താൻ വരുന്നത്, ആമെ ഒട്ടകപ്പക്ഷി ഓടിക്കുന്ന വെളിപ്പാടല്ല. ആ വെളിപ്പാടിന്റെ പ്രത്യേകത സ്വർഗം മുട്ടുന്ന ഒരു ഗോവേണി. ഇനി ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ, ആ ഏണിയുടെ ഒരു തല സ്വർഗത്തിലാ. ഒന്ന് പറഞ്ഞേ എൻ്റെ അമ്മമാരെ പ്ലീസ് എന്ന്. ഹല്ലേലൂയ. അതിന്റെ ഒരു തല സ്വർഗത്തിലാ, ഒരു തല യാക്കോബാണ് കാണുന്നത്. ജോസേനോട് കൂടെ പറയണേ, യാക്കോബാണല്ലോ ഈ ദർശനം കാണുന്നത്. ഹേ, യാക്കോബിന്റെ തല ഇരിക്കുന്നത് ഒരു കല്ലേലല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനത് ഇങ്ങനെ ഒന്ന് പറയുക, സാഹചര്യങ്ങളെല്ലാം എനിക്ക് അനുകൂലമാ. അതിന്റെ ഒരു തല സ്വർഗത്തിലാണെങ്കിൽ അതിന്റെ കാലിരിക്കുന്നത് ഈ കല്ലേലാണ്. ആമേ, ദൈവദാസന്മാരുണ്ടോ ഈ കൂട്ടത്തിൽ? വചനം അറിയാവുന്നവരുണ്ടോ? എന്നിട്ട് എന്താ മിണ്ടാത്തത്? ഇനി ഞാൻ എങ്ങനെയാ വ്യാഖ്യ? ഒരു കാലിരിക്കുന്നത് കല്ലേലാണ്, അതിന്റെ തല ഇരിക്കുന്നത് സ്വർഗത്തിലാ. ഇനി ഞാനൊരു വാക്യം പറയട്ടെ, കണക്ട് ആവുമെന്ന് നോക്കി. എബ്രായ ലേഖനം 1:1. ദൈവം പണ്ട് ഭാഗമായിട്ടു വിവിധമായിട്ടു പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം. അതിന്റെ അർത്ഥം എന്നറിയാവോ? യാക്കോബേ, ഈ ഏണിയെ കൂടെ ഇപ്പൊ ദൂതൻ കയറും. കാലസമ്പൂർണത വരുമ്പോൾ ആ ഏണിയെ കൂടെ പുത്രൻ താഴോട്ട് വരാൻ പോകയാ. Come on, come on. Haraba satalarada nasia. Amen. Ayediya kude. ഇന്ന് രാത്രി ഭൂമി കുലുങ്ങിയാലും കൊറോണ വന്നാലും ആമേൻ എത്ര ക്ഷാമം ഉണ്ടായാലും എൻ്റെ പാസ്റ്ററേ ആമേൻ ലോകം കണ്ട ഏറ്റവും വലിയ ഭാഗ്യമുള്ള തലമുറ നമ്മളാ. കാരണം എന്നാന്നറിയാമോ? നമ്മൾ ദൂതനെ കണ്ടല്ല നിൽക്കുന്നത്, നാം പുത്രനെ കണ്ട് കരമൊന്ന് തട്ടി യേശുവിനെ സ്തുതിക്കാൻ. ഇനി
ഒരു വാക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, അല്ലേ? വേണ്ട. ഈ ഗോവണിയുടെ ഒരു കാലിരിക്കുന്നത് ഞാൻ എന്തിനേ കടന്നാലറിയത് ആർക്കറിയാം? ഒരു കാലിരിക്കുന്നത് കല്ലിലാണ്. എന്റെ വായനയും പഠനം അനുസരിച്ച് ആ കല്ല് യാഗപീഠത്തിന്റെ കല്ലാണെങ്കിൽ ഒന്ന് അമർത്തി മണത്ത് നോക്കിക്കേ. ആ കല്ലിലോട്ട് രണ്ട് ഗന്ധം കിട്ടും. ഒന്ന് ചോരയുടെ മണം, രണ്ട് തീയുടെ മണം. യാഗപീഠത്തിന്റെ കല്ലാണ്, ഇത് രണ്ടും കിട്ടും. ഈ ഒരു ബന്ധമില്ലാത്തവരോട് ഞാൻ എന്നാ പറയാൻ? ഹല്ലേലൂയ. ഒന്ന് ചോരയുടെ മണം കിട്ടും, രണ്ട് തീയുടെ മണം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ കല്ലിന് ഞാനൊരു പേര് കൊടുത്തേക്കാം, മനസ്സിലാകുന്ന പക്ഷെ ബലിക്കല്ല്. അലക്കുകല്ലല്ല, പിന്നെ ബലിക്കല്ല്. ഒച്ചത്തി പറഞ്ഞേ. അങ്ങനെയാണ് ആ ദൂതിന്റെ അർത്ഥം എന്നാണെന്നറിയോ? കാലസമ്പൂർണത വരുമ്പോ യേശു ഇറങ്ങി വരാൻ പോകുന്നത് 1000 ക്രൂസൈഡ് നടക്കുന്ന സ്റ്റേജിലോട്ടല്ല, ബലിക്കല്ലിലോട്ടാ വരുന്നത്. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? യേശുവിന്റെ വരവിന്റെ ലക്ഷ്യം അത്ഭുതമല്ല, ലക്ഷ്യം തന്റെ പ്രാണനെ വിടലാണ്. ഓ, എത്ര പേര് അക്കാലം ഉയർത്തിപ്പിടിച്ച് ഓമിൻ മരണം കൊണ്ടെന്റെ വന്നരകം നീയകറ്റി നിൻമരണം. യേശുദാസ് രണ്ടാമൻ കൊണ്ടെന്റെ വന്നരകം നീയകറ്റി നിൻ മഹത്വം തേടി നീ എൻ കാലം കഴിപ്പാൻ കൃപ ചെയ്യണമേ ദേവേശ. യേശു പര കയ്യൊന്ന് ഉയർത്തിക്കൊണ്ട് പാടുക. ജീവനെ വേടിഞ്ഞോ ജീവനറ്റ ഭാവികൾക്ക് നിത്യജീവൻ കൊടുപ്പാന നീ മരിച്ചോ. നിത്യജീവൻ കൊടുപ്പാന നീ മരിച്ചോ. ഒന്നാം അധ്യായം ആരാധനയെ കുറിച്ചുള്ള വെളിപ്പാട്. യേശു കർത്താവ്, നമ്മുടെ യേശു ആരാണ്? ഞാൻ ഒരു വാക്ക് പറഞ്ഞ ഭാഗം വിട. അതൊരു ക്രിസ്റ്റോളജിയുടെ ഒരു വലിയ ഏറിയയാണത്. മറിയയുടെ ഗർഭത്തിൽ തുടങ്ങി കാൽഗുഥായുടെ നെറുകയിൽ ചതുരവടിയുള്ള 3 ആണികളുടെ മേൽ അസ്തമിച്ചു പോയൊരു മാംസകഷണമല്ല എൻ്റെ കർത്താവ്. അവൻ അനാദിയായ ദൈവമാണ്. ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിനൊരു നന്ദി. അനാദിയായ. അധ്യായം 2 ആരാധന സ്ഥലമാണ്. അതെൻ്റെ കുറിവാക്യമായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അവസാനത്തിൽ വരാം. ഇനി നിങ്ങൾക്ക് ഒട്ടും ആസ്വദിക്കാൻ കഴിയാത്തത് 3-ാം അധ്യായമാണ്. ആരാധനക്കാരൻ. ഒന്ന് ചേർന്ന് പറഞ്ഞേ. ഒച്ചത്തി come on all of you please. ആരാധനക്കാരൻ. അവിടെ ആരാധനക്കാരനായിട്ട് എടുത്തു വെച്ചത് നിക്കോദേമോസിനെയാണ്. നിക്കോദേമോസ് ആരാ? ന്യായപ്രമാണത്തിന് 39 പുസ്തകങ്ങൾ അരച്ചു കലക്കി ചണ്ടി കളഞ്ഞ് ചാറകത്ത് കയറ്റിയ ഒരു ന്യായപ്രമാണത്തിന് നീലത്തിമിംഗലമാണ്, കാവൽ പട്ടാളമാണ്. അവൻ ഈ നിക്കോദേമോസിന് എല്ലാ കാലത്തും പ്രശ്നങ്ങളുണ്ടല്ലോ. ഇന്നേക്ക് ഒരു 40 വർഷത്തിന് മുമ്പ് ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് എൻ്റെ അപ്പൻ യേശുവിനെ തേടി ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു പ്രമാണി എൻ്റെ അപ്പനെ വഴിയിൽ വെച്ച് കണ്ടിച്ച് എൻ്റെ അപ്പനോട്, എൻ്റെ അപ്പൻ്റെ പേര് സൂടൻ നസാ, നല്ലത് ഗുണത്തോടു കൂടിയവൻ, അതാ പേര്. അപ്പനോട് ചോദിച്ചു, സൂണാ നീ അല്ലേലിയ വെക്കാൻ പോയോ? അന്ന് ഈ പെന്തക്കോസ്തൊന്നും വായിക്കാത്ത വരികയല്ലോ. അല്ലേലിയ വെക്കാൻ പോയോ? എൻ്റെ അപ്പം പറഞ്ഞു, ഞാൻ അല്ലേലിയ വെക്കാൻ പോയി. അടുത്ത ചോദ്യം എന്താണെന്നറിയോ? നിന്റെ പെമ്പിള്ളാരെ എവിടെ കെട്ടിക്കും? അതൊക്കെയാണ് അവരുടെ ഏറ്റവും വലിയ വിഷയം. എൻ്റെ അപ്പനാണ് കഴുത്തിന് ചുറ്റുന്നാക്കാൻ. എൻ്റെ അപ്പം പറഞ്ഞു, പെമ്പിള്ളാരാണെ ആമ്പിള്ളാർ കെട്ടിക്കോളൂ, ഇയാൾ കഷ്ടപ്പെടേണ്ടത്. ഏനല്ലാതെ
ഈയിടെ ഞാൻ ചോദിക്കട്ടെ, കല്യാണം നടക്കാനാ പെന്തിക്കോസിൽ പോകുന്ന നിന്നോട് ഏത് പൊട്ടനാ കുഞ്ഞെ പറഞ്ഞത്? ഞങ്ങളുടെ നടുക്കൊക്കെ കല്യാണം നടക്കാത്ത എത്ര പിള്ളേരുണ്ടെന്നറിയോ? അതിനെ ബസ് ഞാൻ വല്ല തെറ്റ് പറഞ്ഞോ? പിന്നെ കല്യാണം നടത്താന്ന് പറഞ്ഞു ഒരവനെയും പെന്തിക്കോസിലോട്ട് വിളിക്കണ്ട. ഇത് ദൈവത്തിന്റെ സഭയല്ല, ഇത് മാരേജ് ബ്യൂറോ അല്ല. അതിൻ്റെ അർത്ഥം കല്യാണം നടക്കുകയില്ലെന്നാണോ? പിന്നെ കല്യാണം നടക്കും. പണ്ട് ഒരു കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ എത്ര എണ്ണമൊക്കെയാണ് നടക്കുന്നത്. എൻ്റെ മാന്യത എന്നെ അത്രേ സമ്മതിക്കുള്ളൂ. കല്യാണം നടക്കാനാ, വീട് വെക്കാനാ, വണ്ടി മേടിക്കാനാ. ജോസനൊക്കെ ഇവരൊക്കെ പഴയ പാട്ടുകളുടെ രാജാക്കന്മാരല്ലേ? 11 മക്കളിൽ 8 മക്കൾ മരിച്ചിട്ടും പാട്ടുപാടി അപ്പന്മാരില്ലേ കേരളത്തിൽ? ഇല്ലേ? ഒരേ ഒരു കൊച്ചു മരിച്ച് കയ്യിലിരിക്കുമ്പോൾ ഇടം കൈയിൽ കൊച്ചിൻ്റെ ബോഡി മുറുക്കെ പിടിച്ചുകൊണ്ട് വലങ്കൈ കൊണ്ട് എഴുതിയില്ലേ, ദോഷമായിട്ടൊന്നും എൻ്റെ ദാതൻ എന്നോട് ചെയ്യത്തില്ലെന്ന്. ക്രിസ്തീയ മാർഗത്തിൻ്റെ നട്ടല് നിങ്ങൾ കണ്ടോ? ഏതെങ്കിലും അത്ഭുതത്തിന്റെ പിറകിൽ വെകിളി പിടിച്ച് കെട്ടഴിഞ്ഞു പോയൊരു മൃഗമല്ല ദൈവസഭ. ഇത് കഷ്ടതകളിലൂടെ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയ കൂട്ടമാണ്. എത്ര പേരാ കർത്താവിന് ആമേൻ പറയുന്നു? ഈ നമ്മുടെ ഞാൻ എൻ്റെത് പാട്ടായിട്ട് പോലും നിങ്ങൾ കൂട്ടണ്ട. ഞാൻ എന്നെ ഗതികേട് കൊണ്ട് പാടുന്നാന്ന് വിചാരിച്ചാൽ മതി. ആമേ. ഈ ദൈവസഭയെ കുറിച്ച് നമ്മുടെ അപ്പച്ചന്മാർ എഴുതിയ പാട്ടിനകത്ത് മരുഭൂവിൽ നിന്ന് പ്രിയന്മേൽ ചാരി, ഓ മരുഭൂവിൽ നിന്ന് കേറണ്ട, വെറുതെ കൊളസ്ട്രോൾ കുറഞ്ഞു പോകണ്ട. പ്രിയന്മേൽ ചാരി മോഹനരൂപിയായി വരുന്നതാമിവളാരോ, മരുഭൂവിൽ നിന്ന് പ്രിയന്മേൽ ചാരി മോഹനരൂപിയായി വരുന്നതാമിവളാരോ. കേട്ടിട്ടില്ലേ പാട്ട്? പാർത്തലെ കഷ്ടം സഹിച്ച തന്റെ പരിശുദ്ധ മണവാട്ടിയ സത്യസഭ ഇതെന്നറിഞ്ഞിടുക, ഓണരുക സഭയെ. ഓ, ഇങ്ങനെ ഉയർത്താതിരിക്കുന്ന നല്ലത്. അപ്പൊ അതിൻ്റെ അർത്ഥം നിങ്ങൾ എൻ്റെ ഈ പ്രസംഗത്തെ ദുർവ്യാഖ്യാനം ചെയ്യരുത് കേട്ടോ. അതിൻ്റെ അർത്ഥം കർത്താവിനെ സേവിക്കുന്നതിന് വീട് കിട്ടുകയില്ലെന്നാണോ? അല്ല, കിട്ടും. മക്കളെ കെട്ടിക്കുകയില്ലെന്നാണോ? ഇല്ലെന്നേ, കെട്ടിക്കും. അമ്മ 400 രൂപയുടെ ഒരു സൈക്കിളും കൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയ ഒരു അപ്പൻ്റെ മോനാ ഞാൻ. ഇന്ന് അത്യാവശ്യം കയറി കിടക്കാൻ ഒരു വീട് ഓടിച്ച് കിടക്കാൻ രൂപ. അപ്പം കണ്ണടച്ചിരുട്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ഞാൻ പറഞ്ഞത് ദൈവത്തെ സേവിക്കാൻ ഇറങ്ങുന്നത് ഇതിനല്ലെന്നാ പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ചപ്പാത്തിൽ പറഞ്ഞ വാക്ക് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. കാർ ഓടിക്കുന്നത് കരിയില വറപ്പിക്കാനല്ല, പക്ഷെ കാർ ഓടിയ കരിയില വറക്കും. ദൈവത്തെ സേവിക്കുന്ന വീടിന് വേണ്ടിയല്ല, പക്ഷെ സേവിച്ചാൽ ഒരു വീട് തരാൻ ദൈവം വിശ്വസ്തനാ. അനുഭവമുള്ളവർ മാത്രം അക്കാരമൊന്ന് ഉയർത്തിപ്പിടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞു. സമയം എന്നെ വല്ലാതെ വരട്ടുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ആഴമായിട്ട് ഒന്ന് കേൾക്കണം. ഇതൊക്കെ നമ്മുടെ വേദിയിൽ നിന്ന് പടിയിറക്കി വിട്ട പ്രസംഗങ്ങളാണ്. എനിക്ക് പക്ഷേ അങ്ങനെ പടിയിറക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടോ? ഞാൻ PMA ബിൽസ് സാറപ്പച്ചൻ്റെ അടുത്ത് ദൈവവചനം പഠിക്കുമ്പോൾ യേശുവിൻ്റെ ക്രൂശിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ആ യോഗമല്ലെന്ന് അപ്പച്ചൻ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് അതിൽ വിടാൻ പറ്റുകയില്ല. നിക്കോദിമോസ് രാത്രി യേശുവിന്റെ അടുക്കൽ ചെന്ന് യേശുവിനോട് പറയുക, അതൊക്കെ ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്, നീ പിതാവിന്റെ അടുക്കൽ നിന്ന് സ്ഥാനാപതിയായി വന്നിരിക്കുന്നു എന്നും പിതാവ് നിന്നോട് കൂടെ ഇല്ലെങ്കിൽ കണ്ട അത്ഭുതങ്ങളൊന്നും നിനക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നും ഞാൻ അറിയുന്നു. യേശുവിനോട് പറയാൻ നേരം യേശു അവനോട് തിരിച്ചു പറയാ, വീണ്ടും ജനിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ അടിച്ചതിനകത്ത് കയറ്റുകയില്ല. നിങ്ങൾ കണ്ടായിരുന്ന രണ്ടുപേരുടെ സംസാരത്തിന്റെ വ്യത്യാസം. നിക്കോദിമോസ് പറയുന്നു, യേശുവേ, നീ പിതാവിന്റെ അടുക്കൽ നിന്ന് സ്ഥാനാപതിയായി വന്നിരിക്കുന്നുവെന്നും പിതാവ് നിന്നോട് കൂടെ ഇല്ലെങ്കിൽ ഈ അത്ഭുതമൊന്നും നിനക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നും. നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ ഈ പുള്ളി യേശുവിനെ തള്ളി മറിക്കുക. യേശു ഒരൊറ്റ അടി കൊടുത്തു, ആമേ, എന്നെ തള്ളി മറിച്ചാൽ നിനക്ക് കയറാൻ പറ്റുന്ന സ്ഥലമല്ല സ്വർഗം. സ്വർഗത്തിൽ വീണ്ടും ജനിച്ചില്ല, ഞാൻ നിന്നെ അടിച്ചതിനകത്ത് കയറ്റുകയില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇതാരോടാ പറയുന്നത്? ഞാൻ ദൈവമക്കളോട് പറയുന്നു. സ്നേഹം വേറെ, സ്തോത്ര കാഴ്ച വേറെ, പന്തലിടുന്നത് വേറെ, ഗ്രൗണ്ടിലെ പുലി എത്തുന്നത് വേറെ, അനൗൺസ്മെന്റ് ചെയ്യുന്നത് വേറെ, ഉപദേശിക്ക് ഏത്തക്കൊല കൊടുക്കുന്നത് വേറെ, ഗുജറാത്തിലോട്ട് 100 വെള്ള ഷർട്ട് മേടിച്ചു കൊടുക്കുന്നത് വേറെ, ഓർഫനേജിലേക്ക് 1000 ചാക്ക് അരി മേടിച്ചു കൊടുക്കുന്നത് വേറെ. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നിത്യതയിലെത്തണമെങ്കിൽ വീണ്ടും ജനിക്കാതെ കരമതുയർത്തിപ്പിടിച്ചൊരു ഹല്ലേലൂയ പറയും. ഒരു പ്രകടനം കൊണ്ട്
സാബകുര്യ മാസ്റ്റർ എൻ്റെ ഈ ചെറിയ പ്രഭാഷണത്തിൽ എന്നെ വെപ്രാളം പിടിപ്പിച്ച ഒരു പുസ്തകമായത്. കാരണം എന്നറിയോ? രക്ഷ രക്ഷ രക്ഷ. ഒരു കള്ളൻ ഒറ്റ സഭായോഗത്തിന് പോയിട്ടില്ല. എല്ലാവരും എന്നെ കേട്ടെ, എനിക്ക് ഒറ്റ സഭായോഗത്തിന് പോയിട്ടില്ല, ഒറ്റ മാസയോഗത്തിന് പോയിട്ടില്ല, ഒറ്റ കൺവെൻഷൻ അനൗൺസ്മെന്റ് ചെയ്തിട്ടില്ല, ഒറ്റ ഗ്രൗണ്ടിലെ പുല്ലി എത്തിയിട്ടില്ല. നിങ്ങൾ സ്വത്രവും പറയുന്നില്ല, ഹല്ലേലൂയ, ഒന്നും ചെയ്തിട്ടില്ല. കള്ളൻ എന്ന് പറഞ്ഞ മൂതുകള്ളൻ. ഹല്ലേലൂയ. യേശുവിന്റെ വലതു ഭാഗത്തെ കള്ളനാണോ ഇടതു ഭാഗത്തെ കള്ളനാണോ എന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. പക്ഷെ മാനസാന്തരപ്പെട്ട കള്ളനാന്ന് പറയാനാ എനിക്ക് ഇഷ്ടം. ഞാൻ ദൈവമക്കളോട് പറയാ, വലത്തും ഇടത്തും അല്ല സ്വർഗം തീരുമാനിക്കുന്നത്, മാനസാന്തരമാണ്. ആ കള്ളൻ അവിടെ ക്രൂശെ കടന്നുകൊണ്ട്, അതെന്റെ വിഷയമല്ല, ആയിരുന്നെങ്കിൽ ഞാൻ പക്കിന് വിശദീകരിക്കായിരുന്നു. ക്രൂശെ കടന്നുകൊണ്ട് പറയും, യേശുവേ ദാവീദ് പുത്ര, എനിക്ക് ഇതെന്നെ ഉണക്ക കള്ളനാന്നാ ഞാൻ ആലോചിക്കുന്നത്. ചോരക്കകത്ത് കുളിച്ചു കിടക്കുന്ന ഒരാളെ ദാവീദ് പുത്ര എന്ന് വിളിക്കുന്നു. ആരാ ദാവീദ്? ഇസ്രായേലിന്റെ ലീഡിംഗ് ആണ് ദാവീദ്. ഞാനും നിങ്ങൾ ഇന്ത്യയിലല്ലേ താമസിക്കുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവിനെ കുറിച്ച് തമാശ പറയാവോ? ജയിലിൽ കിടക്കും. ഇല്ല, ഇയാളത് പറഞ്ഞു നോക്ക്. ഹല്ലേലൂയ. എന്തിനാ പറയുന്നത്? ആമേ, ഈ ദാവീദിനെ അറിയാവുന്നവരാ ഇവിടെ ഉള്ളവരല്ല. പക്ഷെ കള്ളനൊരൊറ്റ വിളി, യേശുവേ ദാവീദ് പുത്ര എന്ന് പറഞ്ഞാൽ നീ രാജാവാൻ. യേശു അവിടെ കിടന്നുകൊണ്ട് ഒറ്റ വാക്ക്, ഇന്ന് നീ എന്നോടുകൂടെ പറഞ്ഞു. എന്നെ ഒരു ഒടുക്കത്തെ ഭാഗ്യമായി പോയല്ലേ. സ്നാനപ്പെട്ടുമില്ല, വെള്ളയുടുപ്പ് മേടിച്ചില്ല, വെള്ള ചുടുതാറും മേടിച്ചില്ല, കാതും പറിച്ചില്ല, കഴുത്തും പറിച്ചില്ല, നാട്ടുകാരുടെ തെറിയും കേട്ടില്ല. ഇവിടെ 30 വർഷമായിട്ടൊക്കെ തെറി കേൾക്കുന്ന ആളുകളുണ്ട്. ഇതുവരെ സ്വർഗത്തിൽ പോകുമെന്ന് പോലും ഉറപ്പില്ല. അങ്ങനെ ഞാനൊരു സത്യം പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരികയല്ല. ചിന്തിച്ചില്ല, ദേഷ്യം വരും. പിന്നെ ഹല്ലേലൂയ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഒറ്റ യോഗത്തിന് പോയില്ല. ആണ്ട് ഇവിടുന്ന് പാസ് വിളിച്ച് പറഞ്ഞു കേട്ടില്ലേ, ഞാൻ ആദ്യം അവിടെ നിന്നിരുന്നപ്പോൾ ഓർത്ത് ആ ബോർഡ് എന്നാന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ പുരുഷൻ, അവിടെ സ്ത്രീ ആരോ മാർക്ക് വെച്ചിരിക്കുന്നു എന്ന് ഓർത്തായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് മറ്റേ സ്കാൻ ചെയ്യുന്ന സാധനമാണ്. പിന്നെ അപ്പൊ സ്കാൻ ചെയ്താലും പോവുകയില്ല, ഓടിയിട്ട പൈസ തിരിച്ചെടുക്കാനും പറ്റിയല്ല. അയ്യട മനമേ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്കിത് മനസ്സിലാവണുണ്ടോ? ആ മനുഷ്യൻ ഒരൊറ്റ പ്രാർത്ഥന, സാധനം ഇടിച്ച് നേരെ പോയത് പർദീസയിലോട്ടാ. എനിക്കിന്നും സഹിക്കാൻ മേലാത്തനാന്നറിയോ? സീറ്റ് ഉറപ്പാക്കിയ പുള്ളിയുടെ ഇന്നത്തെയും പേര് കള്ളാന്നാ. സ്വർഗത്തിൽ പോകുന്ന ഉറപ്പില്ലാത്ത നമ്മൾ ആ പുള്ളിനെ വിളിക്കുന്ന കള്ളന്ന. പുള്ളി അവിടുന്ന് ചിരിച്ചു ചാവുക. കരുതറിയോ, യവൻ വരുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ആമേൻ. പറഞ്ഞു കുറ്റബോധം ഉണ്ടേലും 4 കൈ അങ്ങാടിക്കേ. ഹല്ലേലൂയ. ഒരൊറ്റ അടിയാണ്. നീ എന്നോടുകൂടെ പർദീസയിൽ. എന്റെ ദൈവമേ, അത് എന്നെ പോക്കാണ്. എന്നാലും ഒരാൾ എന്നോട് ചോദിക്കുക, ആമേ കള്ളൻ സ്നാനപ്പെട്ടോ? ഞാൻ അയാളോട് പറഞ്ഞ മറുപടി വളരെ സിമ്പിളാ. ഇയാള് താഴെയല്ലേ നിൽക്കുന്നത്. അമേരിക്ക മഴ പെയ്ത ഞാൻ എന്തിനാണ് ഏലപ്പാറ കുടന്ന് വെറുക്കുന്നത്? ഇതിൽ കൂടെ ഒക്കെ എങ്ങനെയാ പറഞ്ഞു കൊടുക്കണേ? നിന്റെ കയ്യിൽ ആണിയായിട്ട് ഇങ്ങനെ കിടക്കുവാണോ? പെടണ്ട. ഇയാള് താഴെയല്ലേ. ഈ താഴെ നിൽക്കുന്നവൻ, തൂങ്ങിക്കിടക്കുന്നവന്റെ കാര്യം എന്തിനാ ആലോചിക്കുന്നത്? എന്നാൽ അടുത്ത ചോദ്യം വളരെ വിനയമുള്ള ചോദ്യമാണ്. പാസ്റ്ററെ, സ്നാനപ്പെടാതെ സ്വർഗത്തിൽ പോലെ എന്തെങ്കിലും മാർഗമുണ്ടോ? ഞാൻ പറഞ്ഞു, ഒരു മാർഗമുണ്ട്. പുള്ളി കണ്ണും വെച്ചിട്ടുണ്ടോ? പറഞ്ഞാണ്ട് ഞാൻ പറഞ്ഞു, രക്ഷിക്കപ്പെടുമ്പോഴേ പുറകോട്ട് വീണ് ചത്തേക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഒരു ചോട് നടന്നാൽ നീ പോവുകയില്ല. ഹല്ലേലൂയ. പെട്ടെന്ന് പറഞ്ഞു പോകാവേ. ഈ കള്ളൻ, ഈ ക്രൂശിലെ കള്ളൻ ഒറ്റയടിക്ക് പർദീസ ചെന്നു. അപ്പൊ ഇത് വായിച്ചപ്പോൾ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് സത്യമായ സൗകര്യമസ് ഞാൻ ഓർത്ത്, ദൈവമേ, മര്യാദയ്ക്ക് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ നമ്മൾ ചെല്ലുന്ന സ്ഥലമാണ് ഏത്? സ്വർഗം. എന്തിനാ ഈ കഷ്ടപ്പാട്? കൈയടിക്ക്, കൈപൊക്ക്, ഗ്ലോറി പറയുക, പ്രാർത്ഥനയ്ക്ക് വാ, ഉപവാസ പ്രാർത്ഥന കൂടെ, ഉപവസിക്ക്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. ഭക്ഷണമൊക്കെ വിളമ്പി വെച്ച് അതിൻ്റെ മുമ്പിൽ കൂടെ കഴിക്കാതെ പോകുന്നവരുടെ അവസ്ഥ എന്നാണ്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, പുള്ളിക്ക് ഉപവാസം ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പൊറോട്ട. പുള്ളി 21 ദിവസം ഉപവാസം ഇരിക്കുന്നതിൻ്റെ 1ാമത്തെ ദിവസം
പുള്ളി അടുക്കളോട്ട് വെള്ളം എടുക്കാൻ പോയപ്പോൾ പുള്ളിയുടെ മകൻ വീട്ടിലൊന്നും ഉണ്ടാക്കാത്തോട്ട് 2 പൊറോട്ടയും കടലക്കറിയും കൂടെ തിന്നോണ്ടിരിക്കുക. പുള്ളിക്ക് ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് എടുത്ത് പൊറോട്ടയ്ക്ക് ഒരു ഉമ്മ കൊടുത്ത് ചോറ 20 ദിവസം കഴിഞ്ഞ് കാണാമെന്ന്. എന്തൊരു തത്രപ്പാടായി സഹിക്കണേ അല്ലേ? അപ്പം ഞാൻ ആദ്യം ഓർത്ത് എന്നാന്നറിയോ, സ്വർഗത്തിൽ പൊക്കി ഈസിയാന്ന്. പക്ഷേ ചിരിച്ചോ, ചിന്തിക്കണേ. പക്ഷെ എന്നെ വെപ്രാളം പിടിപ്പിച്ചെന്നാന്നറിയോ, നാട് വിട്ട് വീട് വിട്ട് നാമതയെ കൂട്ടം വിട്ട് വർഷങ്ങൾ വിളക്കം കത്തിച്ചുകൊണ്ടിരുന്ന 5 കന്യകമാര് കൈവിടപ്പെട്ടു പോയി. അലഞ്ഞു നടന്ന 5 എണ്ണം. ആമ എന്നെ ഏറ്റവും കൂടുതൽ വെപ്രാളം പിടിപ്പിച്ചതെന്നാന്നറിയോ, ആമ ആ ഡോർ തുറന്ന് മണവാളം നോക്കുമ്പോൾ 5 എണ്ണം ഉണ്ട്. ബാക്കി 5 എന്ത് ചെയ്യുന്നു ചോദിച്ചില്ല. അല്ലെങ്കിൽ വരുന്ന വരവ് കണ്ടോ, ബാക്കി 5 എന്ത് ചെയ്യുന്നു ചോദിച്ചില്ല. എന്നാൽ അവരും കൂടെ വരട്ടെന്ന് പറഞ്ഞ് ഡോർ, ഇവിടുത്തെ ചില പ്രൈവറ്റ് ബസ്സുകാരല്ലേ, ആൻറ്റി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ വാതിക്കെ വന്ന് വണ്ടി നിർത്തി ഇടുകയല്ലേ കയറി വരുന്നത് വരെ. അതിന് കർത്താവിനെ കിട്ടുകയില്ല. ഞാൻ കർത്താവിനോട് ചോദിച്ചു, നാളുകൾ നടന്നതല്ലേ, അങ്ങോട്ടൊന്ന് ഇറങ്ങിച്ചെന്ന് നോക്കാൻ മേലെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞതെന്നറിയോ, ഞാൻ ഒരിക്കൽ ദൈവത്വം വിട്ടേച്ച് ജഡത്തിൽ പോയതാ, ഇനി തിരക്കി പോവുകയല്ല, ഇനി ഇങ്ങോട്ട് വരണം. ഞാൻ കളി പറയുവാണോ ഞാൻ? ഇനി ഇങ്ങോട്ട് വരവില്ല, നീ എഴുതി വെച്ചോ, നീ അങ്ങോട്ട് ചെല്ലണം. ഇയാൾ ആരാണേലും ഇങ്ങോട്ട് വരികേലി, അവിടെ ചെല്ലേണ്ടത് നിന്റെ ഉത്തരവാദിത്വം. പോട്ടെ. ആമേൻ. ഈ നിക്കോദെമോസ് ആരാന്ന് ഞാൻ ഒറ്റ വാക്കി പറയാം. യേശുവിൻ്റെ ഡെഡ് ബോഡി ക്രൂശിൽ നിന്ന് ഇറക്കാനുള്ള ആളാ ഇയാള്. നിങ്ങൾ കേട്ടില്ല, എന്നെ ഒന്ന് കേട്ടെ പ്രിയരെ പ്ലീസ്. യേശുവിൻ്റെ ഡെഡ് ബോഡി ക്രൂശിൽ നിന്ന് ഇറക്കാനുള്ള ആളാ. ഇനി യേശു മരിച്ചത് എങ്ങനെയാ? 97 വയസ്സ് കഴിഞ്ഞ് 6 മാസം ഇൻഷുറൻസ് കുടിച്ച് കളഞ്ഞേച്ച് അവസാനം അസ്ഥിക്കോലമായിട്ട് മരിച്ചയാളല്ല യേശു. 33.5 തിരുവയസ്സിന്റെ തിളയ്ക്കുന്ന രക്തം ശിരാധമനിൽ കൂടെ പാഞ്ഞു കയറുമ്പോൾ മാനവകുലത്തിന് വേണ്ടി പ്രാണനെ വെച്ചു കൊടുത്ത കർത്താവായ എൻ്റെ കർത്താവ്, എൻ്റെ ഭാഷ പറഞ്ഞ വെട്ടിത്തിളയ്ക്കുന്ന ചോര ശിരാധമനികൾ കട്ടപിടിക്കാതെ നിൽക്കുമ്പോൾ മാനവകുലത്തിന് വേണ്ടി പ്രാണൻ വെച്ചു കൊടുത്തൊരു യൗവനക്കാരൻ. ആ യേശുവിന്റെ ശരീരം ചുമക്കാനുള്ള എനിക്ക് ഇന്നും അറിയത്തില്ല. അവൻ നിക്കോദിമോസ് എങ്ങനെയാ ക്രൂശ കയറിയത്, യേശുവിന്റെ ശരീരം എങ്ങനെയാ ആണി ഒരു കൈ അവ തോളലിട്ടത്, അതൊന്നും എനിക്കറിയില്ല പ്രിയരെ. ഏതായാലും നിക്കോദിമോസ് ഈ ശരീരം തോളെ പിടിക്കുക. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളുടെ ദൂത് പറയാം, ലോക ചരിത്രത്തിൽ ക്രൂശ കയറിയിട്ട് ആണി ഊരിയതൊരൊറ്റ ആളുടെ ഉള്ളൂ, അതെന്റെ യേശുവിൻ്റെയാ. ആ കരമൊന്ന് തട്ടി ദൈവത്തെ സ്തുതിക്കാമോ? ഇന്ന് രാത്രിയിലെ യോഗത്തിൽ ഒരു ദൂത് ഇങ്ങനെ പറയാൻ ദൈവാത്മാവിനോട് പറയുന്നു. പിശാച് എത്ര ആഴത്തിൽ തറച്ചാലും ഇന്ന് രാത്രി ചില ആണി എന്റെ തമ്പുരാൻ ഊരാൻ പോകയാ. ഇത് പോരപ്പാ, നല്ലതായിട്ടൊന്ന് കൈയടിച്ച് ചില തലമുറകളുടെ മേൽ, ചില കുടുംബത്തിന്റെ മേൽ ആമേ തറച്ച ശാപത്തിന്റെ ആണി ഇന്ന് രാത്രി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ ഡെഡ് ബോഡി ചുമക്കാനുള്ള നിക്കോദെമോസിന് പോലും വീണ്ടും ജനിക്കാതെ നിത്യതയില്ല. നിങ്ങൾ എത്ര പേര് കേൾക്കുന്നുണ്ട്? നിക്കോദെമോസിന് പോലും വീണ്ടും ജനിക്കാതെ നിത്യതയില്ല. ഇനി അടുത്ത വിഷയം, 4-മത്തത് ആരാധനയാ. ആ മലയിലുമല്ല ഈ മലയിലുമല്ല. സത്യം നമസ്കാരികൾ പിതാവിനെ ഉച്ചത്തിൽ പറ, ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? ദൈവസഭയുടെ ഏക ഉദ്യോഗം എന്ന് പറയുന്ന ആരാധനയാ, സുവിശേഷീകരണമാ. ഇത് രണ്ടും സഭ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. ആമേ. ഒരു സഭ വളരണമെങ്കിൽ ഒരു പറവയുടെ 2 ചിറക് പോലെ ഒന്ന് ആരാധന വേണം, 2 വചനം വേണം. ആമേ. ഒരു സഭയ്ക്ക് ഒരു ദൗത്യമുണ്ട്, അത് ആത്മാക്കളെ നേടേണ്ടതാണ്. എത്ര പേര് കരമുയർത്തി ആമേൻ പറയുന്നുണ്ട്? എനിക്ക് ആ ഭാഗത്തൊക്കെ നിന്ന് പിടിക്കാൻ ആവേശമുണ്ട്. പക്ഷേ എനിക്ക് ഈ ദൂതൊന്ന് പറഞ്ഞു തീർക്കാനുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് ഇനി നിങ്ങൾ എന്നെ വളരെ വൃത്തിയായിട്ട് കേട്ടിരിക്കണം. നമ്മൾ ഈ വായിച്ച വാക്യം 2-ാം അധ്യായത്തിൽ എല്ലാവരും എന്നെ കേൾക്കുന്നുണ്ടോ? നല്ലതായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. 2-ാം അധ്യായത്തിലെ ഏതാ ഈ ഭാഗം? നമ്മൾ ആലയ ശുദ്ധീകരണം എന്ന അപരനാമം വിട്ട് വിളിക്കുന്ന ഒരു ഭാഗമാണ്. യെരൂശലേം ദേവാലയത്തിൽ ആരാധന നടക്കുന്നു. എല്ലാവരും കേട്ടിരിക്കുന്നുണ്ടോ? യെരൂശലേം ദേവാലയത്തിൽ ആരാധന നടക്കുന്നു. ആലയത്തിൽ ഉപകരണങ്ങൾ 7, യാഗപീഠം, താമ്രത്തൊട്ടി, കാഴ്ചയപ്പത്തിന്റെ മേശ,
അതുപോലെ കവരവിളക്ക്, ധൂപപീഠം, പിന്നെ സാക്ഷ്യപ്പെട്ടകം, കൃപാസനം, അതിൻ്റെ അകത്ത് ഹറോന്റെ തളർത്ത വടിയും മണ്ണയിട്ട് വെച്ചിരിക്കുന്ന പൊൻപാത്രവും നിയമത്തിന്റെ കൽപ്പലയും, 7 കൂട്ടം വസ്ത്രം ധരിച്ച പുരോഹിതൻ, ഉള്ളങ്കി, നീളങ്കി, മാതളപ്പഴമണി, അരക്കെട്ട്, നടുക്കെട്ട് നൂല്, നീലനൂല്, ധൂമ്രനൂല്, പിരിച്ച പഞ്ഞുനൂല്, വെള്ളനൂല്, നെയ്ത്തുകാരൻ്റെ കൈപ്പണി കൊണ്ട് നെയ്തുണ്ടാക്കി 7 കൂട്ടം വസ്ത്രം ധരിച്ച് ഒരു പാർശ്വത്തിൽ 10 ഗോത്രങ്ങളുടെ പേര് രൂബേൻ, ശിമെയോൻ, 12 ഗോത്രങ്ങളുടെ പേര് രൂബേൻ, ശിമെയോൻ, ലേവി, യഹൂദ, ഇസ്സാഖാർ, സെബൂലൂൻ, നഫ്താലി, ഗാദ്, ആശേർ, ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നു. ഒരു പാർശ്വത്തിൽ 10 കൽപ്പന. ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത്, ഒന്നിൻ്റെ രൂപം ഉണ്ടാക്കരുത്, ശബത്ത് നാളിനെ ശുദ്ധീകരിക്കണം, അങ്ങനെ മാതാപിതാക്കളെ ബഹുമാനിക്കണം, കുല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി, ഇങ്ങനെ 10 കൽപ്പന. അങ്ങനെ ആരാധന നടക്കുന്ന യെരൂശലേം ദേവാലയം. ആലയത്തിന് 3 മേഖലകളുണ്ട്. ഒന്ന് പ്രാകാരം, രണ്ടാമത്തത് വിശുദ്ധ സ്ഥലം, മൂന്നാമത്തത് കൂടെയില്ലല്ലോ കർത്താവേ, അതിപരിശുദ്ധ സ്ഥലം. ആമേൻ. നിങ്ങൾ നോക്കണം. ആമേൻ. ഞാൻ ഈ പറയുന്ന ഭാഗം യേശു ആരാധനയ്ക്ക് പോയത്, ഇത് ഹെരോദാവിൻ്റെ ആലയമാണ്. എനിക്ക് തോന്നുന്നു ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പണം മുടക്കി യെരൂശലേം ദേവാലയത്തിലെ നിലവിളക്ക് മാത്രം ഏതാണ്ട് 114 റാത്തലാണ്, 10,600 പവൻ. യേശുവേ, അടിപ്പുപണിയായി ഉണ്ടാക്കിയ പുഷ്പങ്ങളും പുഷ്പപുടങ്ങളുമായി 7 കവരങ്ങൾ ഇടിച്ചെടുത്ത് തെളിവുള്ള ഒലിവിന്റെ എണ്ണ കൊണ്ട് നിന്ന് കത്തുകയാണ്. ഞാൻ ദൈവക്കൊരു വാക്ക് പറയാം. നിലവിളക്കിന്റെ അകത്ത് കത്തലുണ്ടായാലേ മേശപ്പുറത്തിരിക്കുന്ന അപ്പത്തെ ലോകം കാണത്തുള്ളെന്ന്. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ആത്മാവ് ചലിക്കാതെ സഭയിൽ യേശുവിനെ വേറൊരാള് കാണുകയില്ല. പോട്ടെ, യെരൂശലേം ദേവാലയത്തിൽ ആരാധന നടക്കുകയാണ്. എനിക്ക് ആ ഭാഗം ഒന്ന് വിശദീകരിക്കണം. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണോ ഇരിക്കുന്നത്? ഞാനിപ്പോൾ താമസിക്കുന്ന മണർകാടാണ്. മണർകാട് കവലയോട് തൊട്ടടുത്ത് തന്നെയാണ്. മണർകാട് ഒരു വലിയ ചരിത്രപ്രസിദ്ധമായൊരു പള്ളിയുണ്ട്. മണർകാട് പള്ളി, സെന്റ് മേരീസ് എന്ന് പറയുന്ന മണർകാട് പള്ളി. അവിടെ പ്രസിദ്ധമായൊരു പെരുന്നാൾ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് പേരോർമ്മയുണ്ടോ? 8 നോമ്പെന്ന് പറയുന്ന ഒരു പെരുന്നാൾ ഓർക്കുന്നുണ്ടോ? 8 നോമ്പ്. 8 നോമ്പെന്ന് പറയുന്ന പെരുന്നാളിന് അവിടെ വന്നുകൂടുന്ന ആളിന്റെ എണ്ണം ഭീകരമല്ലേ? അതാരും ആ പള്ളി ഇടവകക്കാരല്ല. അതിനകത്ത് ഒരുപക്ഷെ പകുതിയിൽ കൂടുതൽ ആളുകൾ ഹിന്ദുസ് ആയിരിക്കാം, അല്ലാത്ത ആളുകളായിരിക്കും. ഇതൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഭയങ്കര ആൾക്കൂട്ടം. ഇതുപോലെ യെരൂശലേം ദേവാലയത്തിലെ ആരാധനയ്ക്ക് ജാതികൾ ധാരാളമായി വരാൻ തുടങ്ങി. എന്നോട് കൂടെ വരണം. ജാതികൾ ധാരാളമായി. അങ്ങനെ അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ ശ്രദ്ധിക്കണേ. 8-ാം അധ്യായത്തിൽ ഒരു ഷണ്ണൻ യെരൂശലേം ദേവാലയത്തിൽ ആരാധനയ്ക്ക് വന്നപ്പോൾ യെരൂശലേം ദേവാലയത്തിന്റെ വാതിൽക്കൽ ഒരു ബോർഡ് വെച്ചിരിക്കുക. ആ ബോർഡ് മുഴുവൻ പറയാൻ എനിക്ക് പ്രശ്നമുണ്ട്. അതിനകത്ത് ഒരു കാര്യം പറയാം. ആലയത്തിൽ കയറാൻ പറ്റാത്തവരുടെ ഒരു ലിസ്റ്റ് അവിടെ ഉണ്ട്. ആലയത്തിൽ കയറാൻ അനുവാദമില്ലാത്ത ഒരു വലിയ ലിസ്റ്റ്. ആ ലിസ്റ്റിൽ ഒന്ന് ഷണ്ണനാണ്. ഷണ്ണൻ ആലയത്തിൽ കയറരുത്. യെരൂശലേം ദേവാലയത്തിന്റെ പ്രശ്നം, രാജാവാണെങ്കിലും മന്ത്രിയാണെങ്കിലും പ്രമാണമാണ്. നിങ്ങൾ കേട്ടില്ല? ഒരവനും വേണ്ടി പ്രമാണം മാറ്റുകയല്ല. അങ്ങനെ ആലയത്തിൽ കേറാൻ മേലാതെ ഷണ്ണൻ തിരിച്ചു പോരുന്ന സമയത്താണ് അദ്ദേഹം ഒരു ചുരുള് വാങ്ങിക്കുന്നത്. യെശയ്യാ പ്രവചനത്തിലെ ചുരുള്, യെശയ്യാ 53. പാസ്റ്റർ, ഞാൻ ഇങ്ങനെ പ്രസംഗിക്കും. ന്യായപ്രമാണം വാതിൽ അടച്ചപ്പോൾ യേശു അവന്റെ കൂടെ കേറുകയാ. ക്രൂശ് അവന്റെ കൂടെ കേറുകയാ. ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല, ഉയർന്നവനില്ല, താണവനില്ല, കുബേര കുചേല വ്യത്യാസമില്ല. ഇന്ന് രാത്രി നാട്ടുകാരെ, യേശു ക്രിസ്ത്യാനിയുടെ ദൈവമല്ല, യേശു സകല മനുഷ്യരുടെയും ദൈവമാ. അല്ലെങ്കിൽ പിന്നെ ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച ഞാൻ എങ്ങനെ യേശുവിനെ പ്രസംഗിക്കും? പോട്ടെ, ആ ഭാഗം വിട്ടേക്കാം. യെരൂശലേം ദേവാലയത്തിൽ എല്ലാവരും കൂടെ വരണേ പ്ലീസ്. യെരൂശലേം ദേവാലയത്തിൽ ആരാധന നടക്കുകയാ. യെരൂശലേം ദേവാലയത്തിലെ ആരാധന എങ്ങനെയാപ്പാ വിശദീകരിക്കുന്നത്? ഡേക്സിന്റെ കമന്ററിക്കകത്ത് ഞാൻ വായിച്ചത്, പെസഹായുടെ അന്ന് കഴുത്ത് വെട്ടുന്ന മൃഗങ്ങളുടെ എണ്ണം 2,56,000 എന്നെ ഒന്ന് കേക്ക്. 2,00,000.
ആ ഒരു പെസഹായുടെ സീസണിൽ വെട്ടുന്ന മൃഗത്തിന്റെ എണ്ണം 2,56,000. നിങ്ങൾ ഓർത്തു നോക്കിക്കേ. ഒരാളൊരു മൃഗത്തെ കൊണ്ടുചെല്ലുന്നു, പിടിച്ചു നിർത്തുന്നു. പാസ്റ്റോമ്പാരിക്ക് നിർത്തിയാൽ മതിയോ? എന്നോട് ആരാണ്ട് സമയം എഴുത്തരാന്ന് പറഞ്ഞിട്ട് പോയ വഴി പുല്ലില്ല, കാണുന്നില്ല. ഹല്ലേലൂയ. എന്നിട്ട് പിന്നെ ഞാനെങ്ങാനും സമയം കൂടുതലെടുത്തു പറഞ്ഞാൽ എന്നോട് തല്ലി വെക്കണം. ശ്രദ്ധിച്ചു കേട്ടോണം. യെരൂശലേം ദേവാലയത്തിൽ ആരാധനയ്ക്കൊരു മൃഗത്തെ കൊണ്ട് ചെല്ലുന്നു. നമ്മുടെ ഭാഷ ഞാൻ പറയുന്നു, ഒരു ആരാച്ചാര് എന്ന് പറഞ്ഞാൽ യാഗം കഴിക്കുന്ന ഒരു പുരോഹിതൻ ഒരു വാളെടുത്ത് ഒരൊറ്റ വെട്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതൊക്കെ നമ്മളോട് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെയൊക്കെ കൺമുമ്പിലിട്ട് ഒരു പോത്തിനെയോ ഒരു കാളയെയോ ഒരു എരുമയോ കൊല്ലുന്നത് ഞാൻ കണ്ടിട്ടില്ല. കണ്ണിന് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ടാകും. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ബ്രോയിലർ കോഴിയെ കൊല്ലുന്നത്. നമ്മളങ്ങോട്ട് ചേട്ടാ ഒരു കോഴി വേണമല്ലോ, 2 കിലോ 200 ഗ്രാം. ഇത് തൂക്കി വെച്ച് ഈ മനുഷ്യൻ അതിൻ്റെ കഴുത്ത് പുറകോട്ടൊന്ന് മലർത്തി പിടിച്ചേച്ച് ഒരു പിച്ചാത്തി കൊണ്ടൊന്ന് വരഞ്ഞേച്ച് ഒരു നീല കന്നാസിനകത്തോട്ടിടും. അവിടെ ഒരു താളമടിക്കുക. അത് ഏതോ പാട്ടിന്റെ ത്രിപട താളമല്ല, പ്രാണൻ പിടയുന്നതിന് മുമ്പുള്ള ഒരു താളമാ കേൾക്കുന്നത്. ഇതുപോലെ ഒരു മൃഗത്തിന്റെ കഴുത്ത് വെട്ടുന്നു. തല നിലത്ത് കിടന്ന് ഉരുളുന്നു. ഉടനെ ചോര ചീറ്റുകയാ. പ്രാണത്തിൽ അതിന്റെ ചാണകവും അതിന്റെ മൂത്രവും ചീറ്റുകയാ. അങ്ങനെ ഒരു സീസണിൽ 2,56,000 മൃഗത്തിന്റെ കഴുത്ത് വെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തു നോക്കിക്കേ, അവിടെ നടക്കുന്ന ശുശ്രൂഷയുടെ ആ ഗൗരവം എത്ര ഭയങ്കരം. പക്ഷേ അവിടെ യെരൂശലേം ദേവാലയത്തിൽ ചാണകത്തിന്റെ മൂത്രത്തിന്റെ മണമില്ല. അത് സുഗന്ധത്തിന്റെ പട്ടണമാണ്. ഹല്ലേലൂയ. അത് സുഗന്ധത്തിന്റെ പട്ടണമാ. നിങ്ങൾ എത്ര പേരിനെ കേൾക്കുന്നുണ്ട്? ഹല്ലേലൂയ. അത് സുഗന്ധത്തിന്റെ പട്ടണമാ. നിങ്ങൾ നോക്കണേ. ഇനി എനിക്ക് ഈ ദൂതിന്റെ ഗൗരവത്തിലേക്ക് ഒന്ന് കയറി വരണം. നിങ്ങൾ എന്നോട് കൂടി ഉണ്ടാവുമല്ലോ അല്ലേ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ യെരൂശലേം ദേവാലയം ഇതൊരു ചെറിയ കാര്യമല്ല. കമോൺ, ഇതൊരു വലിയ കാര്യമാ. വലിയൊരു കാര്യം. ജോസേ, നമുക്ക് ഒരുമിച്ച് നിന്നാലോ? നേരത്തേക്ക് ചിന്നത്തേക്ക് നമുക്ക് ഒരുമിച്ച് നിന്നാലോ? എന്നോട് കൂടെ വരാമോ? ഇതിൻ്റെ ഉള്ളോട്ട് വരാമോ? ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാം. കുറച്ച് കഴിഞ്ഞ് യേശുദാസ് കയറിയാൽ മതി കേട്ടോ. ഹല്ലേലൂയ. ഞങ്ങൾ ഓളിയും താത്തിട്ട് എന്നോട് കൂടെ എനിക്കൊന്ന് ഒന്ന് ഫിംഗർ തരണേ. എനിക്ക് F തരണേ കേട്ടോ. ഇവിടെ നിന്നാൽ മതി. റൈറ്റ്. ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാവോ? ഹല്ലേലൂയ. ഈ പുള്ളി തൊടുമ്പോഴല്ല ഈ ബെല്ല് ആഴത്തില്ലല്ലോ. ഓളിയും താത്തിട്ട് മതി. യേശുദാസെ, ഓളിയും തീരെ താത്തിട്ട് മതി. കാര്യം എനിക്ക് നിങ്ങളുടെ മൈൻഡ് എന്നോട് കൂടെ ഒന്ന് എത്തുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഐ എം സോറി. അല്ലാതെ ഇവന് ഓർഗൻ്റെ ഒച്ച കേൾക്കാതെ പ്രസംഗം വരികയില്ലെന്നൊന്ന് ചോദിച്ചേക്കരുത്. എന്നെ വെറുതെ വിട്ടേക്കണം. ഞാൻ ഒരു പാവല്ലേ. യെരൂശലേം ദേവാലയത്തിൽ ആരാധന നടക്കുകയാണ്. ആർക്കും ആരെയും നോക്കാൻ നേരമില്ല. കാളയുടെ തല വെട്ടുന്നു, ആടിന്റെ തല വെട്ടുന്നു, ചോര ചീറ്റുന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ചർച്ചിൽ ചെല്ലുന്ന ഒരു അന്തരീക്ഷമൊന്നും അല്ല യെരൂശലേം ദേവാലയത്തിൽ. പ്രാണൻ പിടയുന്ന മൃഗങ്ങളുടെ കരച്ചിൽ അവിടെ കേൾക്കാം. പ്രാണൻ വിടുന്ന മൃഗങ്ങളുടെ പിടച്ചിലവിടെ കാണാം. ഞാൻ കഴിഞ്ഞ ദിവസം രാവിലെ വളരെ തിരക്കിട്ടി ഓത്തിന് പോയപ്പോ എൻ്റെ വണ്ടിയുടെ ചോട്ടി വന്നൊരു നായ വന്നിടിച്ചു. അറിഞ്ഞുകൊണ്ട് ഒരു ജീവിയുടെ ദേഹത്ത് ഞാൻ മുട്ടിക്കാറില്ല. ഞാൻ വണ്ടി റോഡിന്റെ സൈഡിൽ നിർത്തി. അത് കുറച്ചു നേരം ഒരു ശബ്ദം ഉണ്ടാക്കി കരഞ്ഞപ്പോൾ ആ കരച്ചിലല്ല എൻ്റെ നെഞ്ചിനകത്ത് ഒന്ന് ഇങ്ങനെ അടിക്കുക. ഞാനാണല്ലോ കാരണക്കാരെന്നൊരു ചിന്ത എൻ്റെ മനസ്സിനകത്ത്. ഞാൻ കുറേ നേരം അവിടെ ഇങ്ങനെ, എനിക്ക് അതിൻ്റെ അടുത്തോട്ട് ചെല്ലാണ്ട് പേടിയായിരുന്നു. കാര്യം ഇങ്ങനെ വേദന എടുത്ത് നിൽക്കുമ്പോൾ ഇതെങ്ങാനും കടിച്ചാലോ എന്ന് പേടിച്ചിട്ട് ഞാനൊരു 8-10 മിനിറ്റ് വണ്ടിയായിട്ട് റോഡ് സൈഡിൽ നിന്നു. കുറേ നേരം കഴിഞ്ഞ് ഇതെന്ന് കരഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇത് നോർമലി എഴുന്നേറ്റ് പോകുന്ന കണ്ടപ്പോൾ എനിക്കൊരാശ്വാസം. അങ്ങനെയാണെങ്കിൽ യെരൂശലേം ദേവാലയത്തിൽ എത്ര 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 മൃഗത്തിന്റെ കഴുത്ത് വെട്ടുന്നുണ്ട്, എത്ര മൃഗത്തിന്റെ ചോര ചീറ്റുന്നുണ്ട്, ചാണകവും മൂത്രവും ചീറ്റിത്തെറിക്കുന്നുണ്ട്. എത്രയോ മൃഗങ്ങൾ നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടെന്ന് എൻ്റെ ചിന്ത അല്ലേ? ആ യാഗപീഠത്തിൽ നിന്ന് സൗകര്യം പാസ്റ്റേ, അടുപ്പത്തിരുന്നൊരു ചെറിയ കറി കരിഞ്ഞാൽ അടുത്തുള്ള 2 വീട്ടിലെങ്കിലും അതിന് മണം ചെല്ലത്തില്ലേ? അങ്ങനെയാണെങ്കിൽ മാംസം തീക്കത്തിരുന്ന 1000കണക്കിന് മൃഗങ്ങളുടെ മാംസം കരിയുമ്പോൾ പ്രാകാരത്തിലെ നിർമ്മല സാമ്പ്രാണിയും ഗുൽഗുലുവും ഗോമേതകവും നറുമ്പശയും സുഗന്ധങ്ങളാണ്. നിന്ന് കത്തുന്നതിൻ്റെ ഇടയ്ക്ക്, സുഗന്ധത്തിൻ്റെ ഇടയ്ക്കും മക്കളെ എവിടെയോ
ഒരു മാംസം കരിയുന്നതിന്റെ മണം ഇവരുടെ എല്ലാം മൂക്കി വരും. ഞാൻ ദൈവമക്കളോട് പറയുന്നു, യോഗത്തിൽ നിന്ന് തമ്പാറടിച്ച് തല്ലി പാടി ആടി കൂടി കയറി പോകുന്നതിനിടയ്ക്ക് ദൈവക്രോധത്തിൽ എനിക്ക് നിനക്കും വേണ്ടി കരിഞ്ഞ് ആ കരിവ് മണം നിന്റെ മൂക്കി വരുന്നില്ലെങ്കിൽ നീ യഥാർത്ഥ ആരാധനക്കാരനാകുകയില്ല. യെരൂശലേം ദേവാലയത്തിൽ ആരാധന നടക്കുകയാണ്. ശ്രദ്ധിക്ക, ഈ സമയത്താണ് എന്റെ യേശു അതിനകത്ത് ചെന്ന് കയറുന്നത്. നമ്മുടെ കലണ്ടറിനകത്ത് യേശുവിന്റെ പടവാന്ന് പറഞ്ഞ് പടം വെച്ച് അതിന്റെ തലയുടെ പുറകിൽ നല്ല വെട്ടമുണ്ട്. പക്ഷെ യെരൂശലേമിൽ നടന്ന യേശുവിന്റെ തലയുടെ പുറകിൽ ഒരു മണ്ണെണ്ണ വിളക്ക് പോലും ഇല്ല. സാധാരണ മനുഷ്യൻ യെരൂശലേം ദേവാലയത്തിലേക്ക് നടന്നു കയറി അവിടെ എഴുതിയിരിക്കുന്നത്, നിലത്ത് കിടന്നൊരു കയറവൻ കയ്യിലെടുത്തു. അതെങ്ങനെ ആലയത്തിൽ കയറ് വന്നത്? ആരോ യാഗം കഴിക്കാൻ കൊണ്ടുവന്ന മൃഗത്തിന്റെ കഴുത്തിലെ കയറാണ്. ബൈബിൾ വാക്യമുണ്ട്, യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവിൻ. ഏതോ മൃഗത്തിന്റെ കഴുത്തെ അഴിച്ചിട്ടൊരു കയറെടുത്ത് ഫ്രഗലിയോൺ ചാട്ടയുണ്ടാക്കി അടിച്ചോന്ന് എനിക്കറിയില്ല. ആ ചാട്ട യേശു അന്തരീക്ഷത്തിലൊന്ന് ചുഴറ്റി കാണും. ഒരൊറ്റ വാക്കാ യേശു പറഞ്ഞു, ഇത് എന്റെ അപ്പായുടെയാ. യെരൂശലേമിന്റെ ചരിത്രത്തിൽ ആലയത്തിനകത്ത് കയറി ചങ്കൂറ്റത്തോടെ ഒരാൾ പറയുകയാ, ഇതെന്റെ അപ്പന്റെയാ. അതൊരു സ്ഫോടനം. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദാസന്റെ സമയം കഴിഞ്ഞു, പുത്രൻ ചാർജ് എടുത്തിരിക്കുകയാ. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേക്കും, ഇതെന്റെ അപ്പായുടെയാ. നിങ്ങൾ ആ ഭാഗം വായിക്കണം, ചരിത്രം വായിക്കണം. ജോസഫ് അവിടെ നിന്നവര് ലക്ഷക്കണക്കിന് ആളുകൾ ജീവനും കൊണ്ടോടി. പ്രാർത്ഥിച്ചോണ്ട് വാ, ദൈവസമരെ ഒന്ന് സഹായിക്കാം. ലക്ഷക്കണക്കിന് പേര് ജീവനും കൊണ്ടോടി. ഇവിടെ കടുത്ത് ഈ സാധനം ഇട്ടവരില്ലേ, ഇവിടെ ഇപ്പൊ ഒരു 10 പേര് 12 പേരുണ്ടായിരുന്നല്ലോ, അവരാ ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. ഇതുപോലെ യെരൂശലേം ദേവാലയത്തിലെ സെക്യൂരിറ്റിക്കാരൻ 400 പേരാണ്. 400, 300 സോൾജേഴ്സും 100 സെക്യൂരിറ്റി ഗാർഡ്സും, 400 പേരുണ്ട്. 400 പേര് ജീവനും കൊണ്ടോടി. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ സെക്യൂരിറ്റിക്കാരല്ലേ, പൊട്ടിക്കടാ ഒരു വടി. അവർ പറഞ്ഞേക്കണം, ഇന്നലെ വരെ വർക്ക് ചെയ്ത് തോക്ക, ഇന്ന് വർക്ക് ചെയ്യുന്നില്ല. ഞാൻ ദൈവമക്കളോട് പറയാം, നിയോഗം ഉള്ളവന്റെ നേരെ ഒന്നും പൊട്ടുകയില്ല. നല്ലപോലെ ആ കയ്യൊന്ന് അടിച്ചൊന്ന് യേശുവിനെ സ്തുതിക്കാവോ? നിയോഗമുള്ളവന്റെ നേരെ. ഇനി 1-2 കാര്യം കൂടെ പറയാനുണ്ട്, സമയത്തെ നിർത്താം. 400 പേര് തോക്കും കൊണ്ടോടി. ഇനി അടുത്തത്, ദേവാസന്മാരെ ആലയത്തിന്റെ അകത്ത് 300 ടേബിൾ ഉണ്ട്, 300 ടേബിൾസ്. ആ 300 ടേബിളിലും മണി എക്സ്ചേഞ്ച് നടക്കുക. നിങ്ങളുടെ ഇവിടുത്തെ വോളണ്ടിയേഴ്സ് ആരുമില്ലേ? അപ്പച്ചന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ സാധിച്ചു കൊടുക്കുക, മറ്റുള്ളവരുടെ ശ്രദ്ധ കളയാതെ. 300 ടേബിളിൽ കമോൺ മണി എക്സ്ചേഞ്ച് നടക്കുക. അതെന്നെ മണി എക്സ്ചേഞ്ച്. ഈ ജാതികളെല്ലാം കൊണ്ടുവരുന്നത് റോമൻ നാണയമാണ്. റോമൻ നാണയത്തിന്റെ ഒരു സൈഡിൽ കൈസറുടെ പടമുണ്ട്. യഹൂദന്മാർക്ക് വിഗ്രഹം ഇച്ഛിച്ചിയ, അതുകൊണ്ട് ആ പൈസ ഇവിടെ മുടക്കാൻ അവർ സമ്മതിക്കുകയില്ല. അന്ന് റോമൻ നാണയം കൊടുത്തേച്ച് യഹൂദ നാണയം മേടിക്കണം. അന്ന് യഹൂദ നാണയത്തിന് അവർ 10 ഇരട്ടി വില കൂട്ടി. അതവിടെ പൊൻ വാണിഭക്കാരെന്ന് എഴുതിയിരിക്കുന്നു. കർത്താവ് ചെയ്തേക്കണോ? ആ ടേബിള് 3000 ടേബിൾ തമ്പുരാൻ മറിച്ചു. പ്രാവിനെ തുറന്നു വിട്ടു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാവോ? ആളുകളെല്ലാം ജീവനും കൊണ്ടോടി. പുത്രൻ ഇറങ്ങിയാൽ, ഇന്ന് രാത്രി ഞാൻ ഒരു ദൂത് പറയട്ടെ, എന്നെ പെർസിക്യൂഷൻ ഉണ്ടായാൽ, എന്റെ യേശു അരമുറുക്കി ഇറങ്ങിയാൽ
അവന്റെ നേരെ നിൽക്കാൻ ഒരാൾക്കും കഴിയില്ല. എന്റെ യേശുവിനെ ആടെന്ന് മാത്രമല്ല വിളിച്ചത്, അവനെ വിളിച്ച വേറൊരു പേരുണ്ട്, യഹൂദ ഗോത്രത്തിലെ ബാലസിംഹമെന്ന്.